നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാം ഇനി 25 ദിവസമേ ഉള്ളൂ. അപ്പൊ ഇനിയുള്ള 25 ദിവസം എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കാം എന്നതിനെ കുറിച്ചുള്ള സെഷനാണ് ഇന്ന് ഞാൻ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെപ്റ്റംബർ 27th നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ഈ 25 ദിവസം വളരെ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, വളരെ ഇന്റലിജന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഈ 25 ദിവസം, അതായത് ഒരു ശരാശരി ഓൺ ആൻ ആവറേജ് ഒരു സ്റ്റുഡന്റിന് ഒരു എഫക്റ്റീവ് ആയിട്ട് പഠിക്കാൻ പറ്റുക ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 10 മണിക്കൂറാണ്. അപ്പൊ ഏകദേശം 250 മണിക്കൂർ നിങ്ങൾ വളരെ ഒരു പ്ലാനോടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 120+ മാർക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാമിന് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനിയുള്ള ഈ 25 ദിവസങ്ങളിൽ നിങ്ങളുടെ ടൈം ഒരു വലിയൊരു ഫാക്ടറാണ്. അപ്പൊ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ പഠിക്കുന്ന സമയം അത് ബെനിഫിറ്റ് ആണോ, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നിങ്ങൾ നടത്തണം. നിങ്ങൾ നടത്തണം എന്ന് വെച്ചാല് നിങ്ങൾ 1 മണിക്കൂർ ഒരു സബ്ജക്ട് പഠിക്കാൻ നിർത്ത്, ആ 1 മണിക്കൂർ പഠിക്കുന്നതുകൊണ്ട് എന്റെ എക്സാമിന് അത് എത്രമാത്രം ഉപയോഗം ഉണ്ടാകും എന്നുള്ള ധാരണ ഉണ്ടാക്കിയിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ 1 മണിക്കൂർ ആ സബ്ജക്റ്റിൽ പഠിക്കാൻ പാടുള്ളൂ. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോ കറന്റ്ലി നിങ്ങൾ എല്ലാവരും പല പൊസിഷനിൽ നിൽക്കുന്നവരാണ് നോളേജ് വൈസ്. ചിലര് പേപ്പർ 1 ചില സബ്ജക്റ്റിൽ കംഫർട്ടബിൾ ആണ്, ചിലർക്ക് പേപ്പർ 2 കുറച്ച് സബ്ജക്ട് കംഫർട്ടബിൾ ആണ്. അപ്പോൾ ആരും എല്ലാ പേപ്പറിലും മീൻസ് പേപ്പർ 1 പേപ്പർ 2 സബ്ജക്റ്റിൽ കംഫർട്ടബിൾ ആയ ആരും ഇല്ല. അപ്പോൾ ആദ്യം അത് മനസ്സിലാക്കി നിങ്ങൾ ഏത് ഏരിയ ആണോ വീക്ക് എന്നുള്ളത് ആ വീക്ക് ഏരിയ ഐഡന്റിഫൈ ചെയ്ത് അതിന് വേണം നിങ്ങൾ ടൈം കൊടുക്കാൻ. പക്ഷെ ടൈം കൊടുക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സമയം ആ ടോപ്പിക്കിന് അത്രയും റെലവെന്റ് ഉണ്ടോ, അത് തിരിച്ച് അത്രയും മാർക്ക് തരുന്നുണ്ടോ എന്നും കൂടി മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കേണ്ടത്. അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ടൈം കോസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, 1 മണിക്കൂർ ഞാനൊരു സബ്ജക്ട് പഠിച്ചാൽ അതിൽ നിന്ന് അറ്റ്ലീസ്റ്റ് എനിക്ക് 1 മാർക്ക് കിട്ടുമോ എക്സാമിന്, അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ അത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിന്റെ കൂടെ തന്നെ ആരും പറയാത്ത അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യമുണ്ട്. നിങ്ങളുടെ ടൈം പോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ടറാണ് നിങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും നിങ്ങളുടെ ഹെൽത്ത്, ഓക്കെ, പ്രത്യേകിച്ച് എക്സാമിന്റെ സമയം അടുക്കും തോറും പിള്ളേര് ഓവർ സ്ട്രെസ്ഡ് ആവാറുണ്ട്, ടെൻഷൻ കൂടാറുണ്ട്. അത് കാരണം ഒരുപാട് ശരീരത്തിന് തലവേദന കോമൺ ആയിട്ടുള്ള ഒരു സിംറ്റം ആണ്. എക്സാം അടുക്കുമ്പോൾ ഒരു സീരിയസ് ആസ്പിറന്റ് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് സിവിയർ ഹെഡ് ഏക്ക്, ബോഡി പെയിന്. അപ്പോൾ ഈ ഹെൽത്ത് കാരണം ഒരുപാട് സമയം നഷ്ടപ്പെടുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവരോടുള്ള ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സമയം മാനേജ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യവും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. 5 ദിവസം പഠിച്ച് ഒരു 2 ദിവസം കിടപ്പിലായിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ എക്സാമിന്റെ അടുത്ത് വരെ നല്ലോണം പഠിച്ച് പിന്നെ എക്സാമിന്റെ ആ സമയത്തേക്ക് വയ്യാണ്ടായിട്ട് കാര്യമില്ല. നിങ്ങൾ സെപ്റ്റംബർ 27th നിങ്ങൾ മെന്റലിയും ഫിസിക്കലിയും ഹെൽത്തി ആയിരിക്കണം. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഓക്കെ, സോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഞാൻ ഡിസ്കഷനിടയിൽ അത് പറയാം, എങ്ങനെയാണ് ഹെൽത്ത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുള്ളതും ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 25 ദിവസം എങ്ങനെയാ പഠിക്കുന്നതിന് പറയുന്നതിന് മുമ്പ്, ഓക്കെ, ഞാൻ എല്ലാ സ്ട്രാറ്റജി സെഷനിലും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്, എന്നാലും ഞാൻ റിപ്പീറ്റ് ചെയ്യണം. എന്താണ്, നിങ്ങൾ സിലബസ് കണ്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തണമെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ ഒരിപ്പോ നാളെ പഠിക്കാൻ ഉദ്ദേശിക്കുകയാണ്, അല്ലെങ്കിൽ ഇന്നിപ്പോ പഠിക്കാൻ ഒരു മണിക്കൂർ ഒരു സബ്ജക്ട് പഠിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ ടോപ്പിക്ക് സിലബസിലുണ്ടോ? സിലബസിലെ ടോപ്പിക് ആണെങ്കിൽ ആ ടോപ്പിക്കിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ? ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്? അപ്പൊ ഇതറിയാണ്ട് നിങ്ങൾ പഠിക്കരുത്. അപ്പോ ഒരു സാധനം, ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ ആ ടോപ്പിക്ക് പേപ്പർ 1 ആണെങ്കിലും പേപ്പർ 2 ആണെങ്കിലും അത് സിലബസ് ആയിട്ട് കണക്ട് ചെയ്ത് ആ ടോപ്പിക്കിൽ നിന്ന് മുമ്പ് ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം കണ്ടിട്ട് വേണം നിങ്ങൾ ആ ടോപ്പിക്ക് വായിക്കാൻ. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉള്ള ടോപ്പിക് ആണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കാണാണ്ട് നിങ്ങൾ ആ ടോപ്പിക്ക് വായിക്കരുത്, എസ്പെഷ്യലി ഇനി ഉള്ള ഈ ലാസ്റ്റ് 25 ഡേയ്സിന്. ഇതൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു സജഷൻ ആണ്.
അത് നിങ്ങൾ ഓക്കെ. അപ്പൊ ഇവിടെ ഞാൻ നമ്മളെ പേപ്പർ 1 നമുക്കറിയാം കേരള ഹിസ്റ്ററിയുടെ സിലബസ്. ഓക്കെ, ഇത് കുട്ടികൾ പറയാറുണ്ട് ലൈക്ക് ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് കേരള ഹിസ്റ്ററി. സി, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരള ഹിസ്റ്ററിന്റെ സിലബസ് ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കണം. അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ്, അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്ര തിരുനാള്. അപ്പൊ ഇതാണ് സിലബസ്. നിങ്ങൾക്ക് അറിയാവുന്നത്, ഇത് ഞാൻ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേരള ഹിസ്റ്ററിന്റെ സിലബസ്. ഓക്കെ, കേരള ഹിസ്റ്ററിയുടെ സിലബസ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഹിസ്റ്ററിയിൽ പേപ്പർ 1 ആകെ 7 മാർക്സേ ഉള്ളൂ. ടോട്ടൽ പേപ്പർ 1 ഹിസ്റ്ററിയിൽ ആകെ 7 മാർക്കേ ഉള്ളൂ. ഈ 7 മാർക്സിൽ എന്തൊക്കെ വരുന്നുണ്ട്? കേരള ഹിസ്റ്ററി വരുന്നുണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട്, പിന്നെ വേൾഡ് ഹിസ്റ്ററിയും വരുന്നുണ്ട്. അപ്പോ 7 മാർക്സ് ഇത്രയും, ഇത് കേരള ഹിസ്റ്ററിന്റെ സിലബസ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ടോപ്പിക്ക് പഠിക്കണം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ മാക്സിമം പോയാൽ 2 അല്ലെങ്കിൽ 3 മാർക്ക് കേരള ഹിസ്റ്ററിയിൽ നിന്ന് വരുള്ളൂ. അപ്പൊ അത്രയും സമയമേ കേരള ഹിസ്റ്ററിക്ക് നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ എന്റെ ഏറ്റവും വലിയൊരു സജഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ടോപ്പിക്കിൽ നിന്നെല്ലാം വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ സോൾവ് ചെയ്യാം. അപ്പോൾ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി ഫോർ ടൈം ബീങ് എന്ത് ചെയ്യാം, ആകെ ഇതിനെല്ലാത്തിനും കൂടി ആകെ 7 മാർക്ക് ഉള്ളതുകൊണ്ട്, പിന്നെ ഹിസ്റ്ററി ആയതുകൊണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം ചോദിക്കാം. അപ്പോൾ നമുക്ക് മാക്സിമം പോയ ഒരു 4 മാർക്കേ കിട്ടുള്ളൂ. അതിനും മേലെ നിങ്ങൾ ഹിസ്റ്ററിയിൽ ഈ കേരള ഹിസ്റ്ററിയിൽ നിന്നും വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നും ഔട്ട് ഓഫ് 7 4 മേലെ മാർക്ക് ആരും പ്രതീക്ഷിക്കേണ്ട. അപ്പൊ 4-3 മാർക്കോ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്ര സമയം കോൺട്രിബ്യൂട്ട് ചെയ്യണം? അതാണ്. അപ്പൊ എന്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രോപ്പർലി പഠിക്കുക. അപ്പൊ ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ കുട്ടികൾക്ക് പലർക്കും അറിഞ്ഞൂടെ എങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടത്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ട രീതി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതൊരു കേരള ഹിസ്റ്ററിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത് കേരള ഹിസ്റ്ററിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് 2024 എസ് ഐയുടെ മെയിൻസ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2024 എസ് ഐയുടെ മെയിൻസ് വെച്ചത്. ഇത് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് അറൈവൽ ഓഫ് ദി യൂറോപ്യൻസുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ യൂറോപ്യൻസിന്റെ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ് അല്ലെങ്കിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. നല്ലൊരു ചോദ്യമാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറയുമ്പോൾ കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? ആ ക്വസ്റ്റ്യൻ വായിക്കും, എന്താണ് ഇതിന്റെ ആൻസർ നോക്കും, അങ്ങോട്ട് വിടലാണ്. ഇത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ എന്തോരം ഇൻഫോർമേഷൻ ഉണ്ടെന്ന് നോക്കി. ഇവിടെ 4 പേഴ്സണാലിറ്റിയുടെ പേര് പറയുന്നുണ്ട്. പിന്നെ പോളിസി ഓഫ് മിക്സഡ് കോളനീസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. ഹോട്ടസ് മലബാറിക്കസ് എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ബുക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. വേണാട് ട്രീറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഏകദേശം 7 ഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻ ആണ് ഈ ക്വസ്റ്റ്യനിലുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് പറയില്ല, ഇപ്പൊ നമ്മളൊരു IT വേൾഡിലാണ്. എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ട്, എല്ലാവരുടെ കയ്യിലും ഡാറ്റ ഉണ്ട്, എല്ലാവരും AI ഉപയോഗിക്കുന്നുണ്ട്, എല്ലാവർക്കും കയ്യിലും. സോ യു ജസ്റ്റ് ടൈപ്പ് ദിസ്, ഹൂ ഇസ് ദിസ് പേഴ്സൺ, അൽഫോൺസോ ഡെ അൽബർഗ് ആരാണ്, അല്ലെങ്കിൽ പോളിസി ഓഫ് മിക്സഡ് കോളനി എന്താണ്, ഈ വ്യക്തി ആരാണ്, അഡ്മിറൽ വാൻ റീഡ് ആരാണ്, അങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് 7 ഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ എന്നിട്ട് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഈ 7 ടോപ്പിക്സ് നിന്ന് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കേരള ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററിയും എന്ത് ചെയ്താൽ മതി, നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത ഒന്ന് നമുക്ക് PSCയുടെ ഫേവറേറ്റ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാൻ പറ്റും. 2 ചോദ്യത്തിന്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാൻ പറ്റും. എങ്ങനെയാണ് PSC പ്രീവിയസ് മീൻസ് ക്വസ്റ്റ്യൻ ഓരോ സബ്ജക്റ്റിലും ചോദിക്കുന്ന ചോദ്യത്തിന്റെ രീതി എങ്ങനെയാണ്, ചോയ്സ് എങ്ങനെയാണ്, നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ചെയ്യാൻ പറ്റുമോ. ഈ ക്വസ്റ്റ്യനിൽ ഈ ഹോട്ടസ് മലബാറിക്കസ് എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു PSCന്റെ ഫേവറേറ്റ് ഏരിയ ആണ്. ഇതൊരു ഇമ്പോർട്ടന്റ് ബുക്കാണ്. അതൊരു ലാറ്റിൻ വേർഡ് ആണ്. ലാറ്റിൻ വേർഡ് ഇസ് ഗാർഡൻ ഓഫ് മലബാർ എന്നാണ് ആ ബുക്കിന്റെ പേര്. ഓക്കെ, ഹോട്ടസ് മലബാറിക്കസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലാറ്റിൻ നെയിം എന്താണ്? ഗാർഡൻ ഓഫ് മലബാർ എന്നാണ്. അതൊരു 17th സെഞ്ചുറി ബൊട്ടാനിക്കൽ വർക്കാണ്. ആരാണ് ഇത് എഴുതിയിട്ടുള്ളത്? ഇത് കമ്പൈൽ ചെയ്തിട്ടുള്ളത് ഹെൻറിക് വാൻ റീഡ് ആണ്, ഒരു ഡച്ച്. അന്നത്തെ ഈ കാലഘട്ടത്തിൽ 1669 മുതൽ 1676 കാലഘട്ടത്തില് മലബാറിന്റെ ഡച്ച് ഗവർണറായ ഹെൻറിക് വാൻ റീഡ്, ഹെൻറിക് അഡ്മിറൽ അല്ലെങ്കിൽ ഈ പുള്ളിയാണ് എന്ത് ഹോട്ടസ് മലബാറിക്കസ്
ഇതിന്റെ അതിന്റെ മെയിൻ കോൺട്രിബ്യൂട്ടർ, അതായത് അത് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഇന്ത്യൻ ഒരു മലയാളിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് സഹായം ആൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് അറിഞ്ഞിരിക്കണം, ഹോട്ടസ് മലബാറിക്കസ് എന്താണ്. ചിലപ്പോൾ ഇതിൽ നിന്നായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഇതെന്താണ്? അത് ഒരു ഇമ്പോർട്ടന്റ് 17th century ബൊട്ടാനിക്കൽ വർക്കാണ്. ഡോക്യുമെന്റിംഗ് ദി മലബാർ കോസ്റ്റിലുള്ള ഫ്ലോറയെ കുറിച്ചുള്ള ബൊട്ടാനിക്കൽ വർക്കാണ്. ഇത് ആരാ എഴുതിയിട്ടുള്ളത്? ആ കാലം മീൻസ് ഈ 17th centuryയിലെ ഡച്ച് ഗവർണറായ ഹെൻറിക് വാൻ റീഡ് ആണ്. അപ്പൊ ഇവിടെ നോക്കി, ഈ വാൻ റീഡ് എന്തല്ല, അപ്പൊ ഇവിടെ ഈ ഓപ്ഷൻ തെറ്റാണ്. ഹോട്ടസ് മലബാറിക്കസ് ഡോക്ടർ അലക്സാണ്ടർ ഓർമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത ഒരാൾക്ക് ഹോട്ടസ് മലബാറിക്കസ് എന്താണെന്നും അത് ആരാണ് മേജർ കോൺട്രിബ്യൂഷൻ ചെയ്തെന്നുള്ളതും അറിയാം. ആരാണ്? അഡ്മിറൽ വാൻ റീഡ് ആണ്, അല്ലെങ്കിൽ ശരി ഫുൾ നെയിം എന്താ? ഹെൻറിക് വാൻ റീഡ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലായി. നമ്മൾ ചോയ്സ് നോക്കിയേ, ചോയ്സിൽ എന്തുണ്ട്? B3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്. നമുക്ക് 3 ചോയ്സ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ, കോർ ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ള നോളേജ് വെച്ചിട്ട് ചോയ്സ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പിന്നെ ഞാൻ അടുത്തതായിട്ട് പറയുന്ന ഒരു വലിയൊരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇതേപോലത്തെ എല്ലാം സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ഒരുപാട് ചോദിക്കാറുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ആകെ എന്താ ഒരു പോസിബിലിറ്റി ഉള്ളത്? ആ സ്റ്റേറ്റ്മെന്റ് ഒന്നില്ലെങ്കിൽ ശരിയാകും, അല്ലെങ്കിൽ തെറ്റാകും. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവർ എന്തെങ്കിലും എക്സ്ട്രീം വേർഡ്സ് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു നോർമൽ സ്റ്റേറ്റ്മെന്റ് തെറ്റിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു എക്സ്ട്രീം വേർഡ്സ് കൊണ്ടുവരണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് PSC ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ. അപ്പൊ അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതുകൊണ്ട് നോളജ് മാത്രമല്ല, ആ പാറ്റേണും നമുക്ക് ആ പാറ്റേൺ കൊണ്ട് PSC എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റിക്കുന്നത് എങ്ങനെയാണെന്നും നമുക്ക് എങ്ങനെ എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതും നേരത്തെ പഠിച്ചു കഴിഞ്ഞാൽ September 27th നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഒരുപാട് ഗുണം ചെയ്യും, ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ എക്സാം. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കാണാണ്ട് അപ്പൊ നിങ്ങൾ ഈ പേപ്പർ 1ലെയും പേപ്പർ 2ലെയും ആ ടോപ്പിക്കിന്റെ അവൈലബിൾ. പേപ്പർ 2ന് കുറെ ടോപ്പിക്കിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇല്ല, പക്ഷെ പേപ്പർ 1ലുണ്ട്. പേപ്പർ 1ൽ ഓൾമോസ്റ്റ് എല്ലാ പേപ്പർ 1ൽ മൊത്തം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ എത്രമാത്രം പ്രീവിയസ് ഇയർ, എസ്പെഷ്യലി ആ കോവിഡിന് ശേഷം നടന്ന 2021 മുതലുള്ള മുതൽ 25 വരെയുള്ള എല്ലാ ഡിഗ്രി പ്രിലിംസിന്റെയും മെയിൻസിന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ നിർബന്ധമായിട്ടും സോൾവ് ചെയ്തിരിക്കണം. എങ്ങനെ സോൾവ് ചെയ്തിരിക്കണം? നേരത്തെ ഇതേപോലെ ഓരോ വെറുതെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് 1 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യലല്ല, ആ ടോപ്പിക് ഫുള്ള് പഠിക്കണം. ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള ഓരോ ഫാക്റ്റും ഓരോ ഇൻഫർമേഷനും ചിലപ്പോൾ ചോയ്സിലായിരിക്കും ആ ഇൻഫർമേഷൻ, അതെല്ലാം നോക്കിയിട്ട് അങ്ങനെ പഠിച്ച് പോകാൻ വേണ്ടി. അപ്പൊ അങ്ങനെ ആയിരിക്കണം നിങ്ങൾ പേപ്പർ 1ലെ ഹിസ്റ്ററിയും ജോഗ്രഫിയും. കാരണം ഹിസ്റ്ററിക്ക് 7 മാർക്സേ ഉള്ളൂ, ജോഗ്രഫിക്കും 7 മാർക്സേ ഉള്ളൂ. ജോഗ്രഫിയിലും ഇതേപോലെ എന്തുണ്ട്? ബേസിക്സ് ഓഫ് ജോഗ്രഫി ഉണ്ട്, ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്, കേരള ജോഗ്രഫി ഉണ്ട്. എന്നിട്ട് എത്ര മാർക്ക്? 7 മാർക്സ്. അപ്പൊ ഹിസ്റ്ററിയും ജോഗ്രഫിക്കും നിങ്ങൾ ഒരുപാട് സമയം കളയാണ്ട് എന്ത് ചെയ്യുക? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 2-3 മാർക്ക് കിട്ടും. അത് മതി. ബാക്കി നമുക്ക് സ്കോർ ചെയ്യാം. പേപ്പർ 1ൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഉണ്ട്, അതേതാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതെന്നെ ജസ്റ്റ് ഒന്ന് സിലബസ്, അതെ, ഇന്ത്യൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററിന്റെ സിലബസ് ആണ് ഇത്. എല്ലാം മൊത്തം ഇവിടെ ഏൻഷ്യന്റ് ഇന്ത്യ ഇല്ല, മെഡീവൽ ഇന്ത്യ ഇല്ല, മോഡേൺ ഹിസ്റ്ററി മാത്രമേ ഉള്ളൂ. കാരണം ബ്രിട്ടീഷ് റൂളിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് മുതൽ എവിടം വരെ എത്തുന്നുണ്ട്? ഇൻഡിപെൻഡൻസ്, അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഉണ്ട്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ഉണ്ട്, ഡെവലപ്മെന്റ് ഇൻ സയൻസ്, അതിനുശേഷമുള്ള പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ശേഷമുള്ള ഫോറിൻ പോളിസി, ഡെവലപ്മെന്റ് സയൻസ്, എഡ്യൂക്കേഷൻ, ടെക്നോളജി. ഇതാണ് നിങ്ങളുടെ സിലബസ് ഇന്ത്യൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ. അപ്പൊ ഏൻഷ്യന്റ് മെഡീവൽ ഒന്നും ഇല്ല. അത് മനസ്സിലാക്കിയിട്ട് വേണം ഈ മോഡേൺ ഹിസ്റ്ററി. അപ്പൊ ഈ ടോപ്പിക്കിൽ നിന്ന് എന്തൊക്കെയാ ഇപ്പൊ ഫോർമേഷൻ ഓഫ് INC ക്വസ്റ്റ്യൻ വരാം. അപ്പൊ INC എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ് ഇതുവരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, അത് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ന്യൂസ് പേപ്പേഴ്സിനെ ബന്ധപ്പെട്ടിട്ട്, അത് സോൾവ് ചെയ്താൽ മതി. അങ്ങനെ പഠിച്ചു പോയാൽ, അങ്ങനെ ഓരോ ടോപ്പിക്കും അങ്ങനെ എന്ത് ചെയ്യാൻ മതി? നിങ്ങൾ പഠിച്ചു പോയാൽ മതി. വേൾഡ് ഹിസ്റ്ററി എനിക്ക് തോന്നുന്നത് ഹിസ്റ്ററിയിൽ കുറച്ചും കൂടി ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ത്? വേൾഡ് ഹിസ്റ്ററി. വേൾഡ് ഹിസ്റ്ററിയിൽ ചോദ്യങ്ങൾ ആവർത്തിക്കാറുണ്ട്, ടോപ്പിക് ആവർത്തിക്കാറുണ്ട്. അപ്പൊ വേൾഡ് ഹിസ്റ്ററിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, കഴിഞ്ഞ 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടത്, ഇപ്പൊ റഷ്യൻ റവല്യൂഷൻ പഠിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? റഷ്യൻ റവല്യൂഷൻ ചോദിച്ചിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് വേണം റഷ്യൻ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വായിക്കാൻ. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് ആ ചോദ്യത്തിലൂടെ ഇപ്പൊ 4 ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ റഷ്യൻ റവല്യൂഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ
ആ ഒരു 4-5 ക്വസ്റ്റനിൽ അതിൽ 5 ഇൻഫോർമേഷൻ അല്ല, അതിന്റെ ചോയ്സിൽ, അതിന്റെ ഞാൻ പറഞ്ഞു ഒരു ക്വസ്റ്റനിൽ തന്നെ 3-4 അറ്റ്ലീസ്റ്റ് 3-4 ഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻ ഉണ്ട്. അത് നന്നായിട്ട് പഠിക്കുക. അപ്പൊ ആ നോളേജ് വെച്ചിട്ട് ഇനി ഒരു റഷ്യൻ റവല്യൂഷന്റെ ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്യുക. ആ നോളേജും പിന്നെ ഈ PSC ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മനസ്സിലാക്കി എലിമിനേഷൻ മെത്തേഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇത് തന്നെയാണ് നിങ്ങൾ ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ജോഗ്രഫിന്റെ സിലബസ്. ഓക്കെ, സിലബസ് ഒന്ന് തറവാക്കുക. ഓക്കെ, സിലബസ് ഡിസ്കസ് ചെയ്യുന്നതിൽ ഒരു കാര്യമില്ല, നിങ്ങൾക്ക് മീൻസ് അറിയാം ഇതാണ് സിലബസ് എന്നുള്ളത്. ആ സിലബസ് ഒന്ന് കാണാത്ത ഒരു സിലബസ് നിർബന്ധമായിട്ടും വേർഡ് ബൈ വേർഡ് നോക്കുക. ഓക്കെ, ബേസിക്സ് ഓഫ് ജോഗ്രഫിയിൽ എന്തൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ഒരു ടോപ്പിക് ഒക്കെ ടോപ്പോഗ്രാഫിക് മാപ്സ് ആൻഡ് സയൻസ് നിങ്ങൾ പ്രിലിംസ് പഠിച്ചാൽ ഇതിനൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ജോഗ്രഫിന്റെ ഈ ടോപ്പിക് എന്നൊക്കെ എന്തിനാ മതി, പ്രിലിംസിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഒക്കെ എടുത്ത് സോൾവ് ചെയ്യുക. എല്ലാം ടോപ്പിക് വൈസ് നോക്കിയിട്ട് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇതാണ് ബേസിക്സ് ഓഫ് ജോഗ്രഫിന്റെ സിലബസ്, ഇതാണ് ഇന്ത്യൻ ജോഗ്രഫിന്റെ സിലബസ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മൾ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഫിസിയോഗ്രാഫി, സ്റ്റേറ്റ്സ് ആൻഡ് ദിയർ ഫീച്ചേഴ്സ്. അപ്പൊ നിങ്ങൾ നോക്കുക, അപ്പൊ നോർത്തേൺ മൗണ്ടൻ റീജിയൻ, ഓക്കെ, നോർത്തേൺ മൗണ്ടൻ റീജിയൻ, അല്ലെങ്കിൽ റിവേഴ്സ്, ഇന്ത്യൻ റിവേഴ്സ്, അല്ലെങ്കിൽ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെൻസിലർ പ്ലാറ്റ്യൂ, കോസ്റ്റൽ പ്ലെയിൻ, ഈ ഏരിയാസിനൊക്കെ എങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്, ആ ഏരിയാസ് നന്നായിട്ട് പഠിക്കുക. ഞാനിവിടെ ഈ അഗ്രികൾച്ചറും മിനറൽസും ഒരു കോമൺ ടോപ്പിക് ആണ്. ഇത് എക്കണോമിക്സിലും ഉണ്ട്. എക്കണോമിക്സിലും ഈ ടോപ്പിക് അഗ്രികൾച്ചർ നിങ്ങൾ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അഗ്രികൾച്ചറും മിനറൽസും നിങ്ങൾ എവിടെയുണ്ട്, എക്കണോമിക്സിന്റെ സിലബസിലും അഗ്രികൾച്ചറും മിനറൽസ് വരുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ ഇവിടെ ഇതേ സാധനം അഗ്രികൾച്ചർ മിനറൽസ് കേരള ജോഗ്രഫിയിലും വരുന്നുണ്ട്. അപ്പോൾ അഗ്രികൾച്ചറും മിനറൽസ് പഠിക്കുമ്പോൾ അങ്ങനെ ഇന്റർ റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേസ്, എയർ, അത് കേരള ജോഗ്രഫിയിലും ഉണ്ട്. അപ്പൊ അത് കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പൊ ഇതിനെല്ലാം ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണ്, സിലബസ് കണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ട് ആ ഏരിയ മാത്രം പ്രീവിയസ് ഇയർ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസും ഏരിയാസും നോക്കുക. ഇനി ഇത് പഠിക്കാണ്ട് ഒരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ അത് വിട്ടേക്ക്, നിങ്ങൾ അതിനെ കുറിച്ച് ബോധർ ചെയ്യണ്ട. ഞാൻ പറഞ്ഞില്ല മാക്സിമം 7 മാർക്സേ ഉള്ളൂ ജോഗ്രഫിന്ന്. ഇത്രയും ഒരുപാട് ഏരിയാസ് കവർ ചെയ്യണം. അപ്പൊ പഠിക്കണ്ടെന്നല്ല പറഞ്ഞു, ചില കുട്ടികൾ ഓൾറെഡി ജോഗ്രഫി പഠിച്ചു കഴിഞ്ഞ പിള്ളേരുണ്ടാവും. അതാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല, ഇത് ഞാൻ പറയുന്നത് ഒരു റിജിഡ് പ്ലാൻ അല്ല, ഇതൊരു ഫ്ലെക്സിബിൾ പ്ലാൻ ആണ്. ഞാൻ ഈ പറയുന്നത് ഇത് മീൻസ് ഈ ജോഗ്രഫി മര്യാദക്ക് പഠിക്കാത്ത കുട്ടികൾ ഇനി എന്ത് ചെയ്യരുത്, ഒരുപാട് സമയം ജോഗ്രഫി പഠിക്കട്ടെ അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിക്കട്ടെ എന്ന് പറയരുത്. കാര്യം ഇത്രയും വലിയ വാസ്റ്റ് സിലബസിന് ആകെ കിട്ടുന്നത് 7 മാർക്സിന്. അപ്പൊ അതേ സമയം നിങ്ങൾ വേറെ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറും സെന്റർ സ്റ്റേറ്റ് റിലേഷനും 20 മാർക്കാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറിന് പേപ്പർ 2 ആണത്. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറിന് 12 മാർക്ക്, സെന്റർ സ്റ്റേറ്റ് റിലേഷൻ 8 മാർക്ക്. എന്തോരം ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് അറിയോ ഈ ടോപ്പിക്കിൽ നിന്ന്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അത് കേരള PSCന്റെ ഒരുപാട് ഡിഗ്രി ലെവലിലും മെയിൻസും പ്രിലിംസിനും എല്ലായിടത്തും മീൻസ് പ്ലെന്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി. 20-ൽ 15 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. കാര്യം പക്ഷെ നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ സിലബസ് നോക്കി ടോപ്പിക് നോക്കി പഠിച്ചാൽ മതി. അപ്പൊ 15 മാർക്ക് എനിക്ക് ഈ ഇത്രയും സമയം, അതായത് ഇതേ ടൈം ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യക്ക് കൊടുത്തു കഴിഞ്ഞാൽ 15 മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ സമയം അങ്ങോട്ട് കൊടുക്ക്. ഇനി നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയും സ്ട്രോങ് ആണ് എങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ അതനുസരിച്ച് വേറെ ടോപ്പിക് ഉണ്ട്, ഗവേണൻസ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്, നല്ല കുറച്ച് ചെറിയ ടോപ്പിക്കുള്ളൂ, 10 മാർക്ക് ഉണ്ട്, അതിൽ 6-7 മാർക്ക് അവിടെ സ്കോർ ചെയ്യാം. ചെറിയ കുറച്ച് സിലബസേ ഉള്ളൂ. അങ്ങനെ പേപ്പർ 2-ലും പേപ്പർ 1-ലൊക്കെ അങ്ങനെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഉണ്ട്, അവിടെ കൊടുക്കാനാണ് ഞാൻ പറയുന്നത്. ഒന്നിനെ അവോയ്ഡ് ചെയ്യണമെന്നല്ലോ. ഇവിടെ എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റില് ജോഗ്രഫിനെ ഹിസ്റ്ററിനെ സെറ്റിൽ ചെയ്ത് വെക്കാം. ഇത് കേരള ജോഗ്രഫിന്റെ സിലബസ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല അഗ്രികൾച്ചറും മിനറൽസും കോമൺ ആണ്, എവിടെ എക്കണോമിയിലും ഉണ്ട്, ഇന്ത്യൻ ജോഗ്രഫിയിലും ഉണ്ട്. ഇനി ഞാൻ ഈ റിവേഴ്സ്, കേരള റിവേഴ്സ്, വൈൽഡ് ലൈഫ്, ഇത് പേപ്പർ 2-ലും ഉണ്ട്. നിങ്ങൾ എൻവയറമെന്റ്, പേപ്പർ 2-ലെ എൻവയറമെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ റിവേഴ്സ് ഓഫ് കേരള ഉണ്ട്. അപ്പൊ കേരള റിവേഴ്സ് പഠിച്ച് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 1-ലോ അല്ലെങ്കിൽ പേപ്പർ 2-ലോ റിവേഴ്സ് ഓഫ് കേരള എന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും വരും. അപ്പോൾ റിവേഴ്സ് ഓഫ് കേരളയെ കുറിച്ചിട്ട് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്. അത് കണ്ടിട്ട് വേണം നിങ്ങൾ 44 റിവേഴ്സിനെ കുറിച്ച് പഠിക്കാൻ. ഓക്കെ, അപ്പൊ അതിൽ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിനെ കുറിച്ച് എന്താണ്, വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഏതാണ് എന്നൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് ഇവിടെ ഇങ്ങനെ വൈൽഡ് ലൈഫ് എന്നേ പറയുന്നുള്ളൂ. അവിടെ പേപ്പർ 2-ൽ പറയുന്നുണ്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്സ് ആൻഡ് ബയോസ്ഫിയർ റിസർവ്സ് ഇൻ കേരള. അപ്പൊ അത് ഇങ്ങനെ ഈ ടോപ്പിക് ഇവിടെ ഇത്. അപ്പൊ കേരള ജോഗ്രഫി ഇതിന് വെയിറ്റേജ്, ഇതിന് സമയം നിങ്ങൾ കൊടുക്കണം. ഞാൻ മൊത്തം അവോയ്ഡ് ചെയ്യണം എന്നല്ല പറഞ്ഞത്. വൈൽഡ് ലൈഫ്, അപ്പൊ ഇവിടെ കേരള ജോഗ്രഫിയിൽ റിവേഴ്സ്,
വൈൽഡ് ലൈഫ്, അതേപോലെ തന്നെ ഈ നമ്മുടെ ഫിസിയോഗ്രാഫി, കേരളത്തിന്റെ ഫിസിയോഗ്രാഫി നമുക്ക്, അതുപോലെ തന്നെ അതിന്റെ ക്ലൈമറ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, എൻവയറമെന്റൽ അവിടെ പേപ്പർ 2ലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻവയറമെന്റ് ഉള്ളതുകൊണ്ട് അവിടെ നമുക്ക് ഹെൽപ്ഫുൾ ആണ്, കോമൺ ആയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ബട്ട് സ്ട്രെസ് കൊടുക്കേണ്ടത് വൈൽഡ് ലൈഫിനും റിവേഴ്സിനും. അപ്പൊ അതൊന്ന് കണ്ടുവേണം. അപ്പൊ ഞാൻ ജോഗ്രഫി പറ്റാവുമായിട്ടില്ല പറഞ്ഞു, ദർ ആർ സം ഏരിയാസ് വേർ യു ഹാവ് ടു പുട്ട് മോർ എഫേർട്ട്, മീൻസ് മോർ ടൈം. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കി കമ്പയർ ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാൻ. ഇനി എക്കണോമിക്സ്. ഓക്കെ, ഇവിടെ ഗെയിം മാറി. എന്താ വെച്ചാല് ഇവിടെ നോക്കിയേ, എക്കണോമിക്സിനും 7 മാർക്സ്, ഹിസ്റ്ററിക്ക് 7 മാർക്സ്, ജോഗ്രഫിക്ക് 7 മാർക്സ്, എക്കണോമിക്സിന് 7 മാർക്സ്. എക്കണോമിക്സിന്റെ സിലബസ് നോക്കി ആകെ ഇത്രയേ ഉള്ളൂ. ഇവിടെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മീൻസ് ഇവിടെ കോമൺ ആയിട്ട്, അതായത് ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ ഓൾറെഡി 5 ഇയർ പ്ലാൻസും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവിടെ അതേപോലെ തന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സും നിങ്ങൾ പ്രിലിംസിന് പഠിച്ചതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഓൾറെഡി കവർ ചെയ്ത് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. ഒരുപാട് ക്വസ്റ്റ്യൻസ് 5 ഇയർ പ്ലാൻസ് ഒരു 10-35ഓളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് മാത്രം സോൾവ് ചെയ്താൽ മതി. 5 ഇയർ പ്ലാൻസ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല, പക്ഷെ അത് ഇമ്പോർട്ടന്റ് ആയിട്ടില്ലേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട, ഒരു മോണിറ്ററി പോളിസി ഇല്ല, RBI ഇല്ല. RBI ഇവിടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ RBI വരും, അല്ലെങ്കിൽ മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി, പ്രിലിംസ് പറയുന്ന പല സിലബസും പല ടോപ്പിക്സും ഇവിടെ കാണുന്നില്ല, എക്കണോമിക്സിൽ കാണുന്നില്ല. പക്ഷെ ചില ടോപ്പിക് കേരള എക്കണോമിയിൽ കാണുന്നുണ്ട് കേട്ടോ. പെർ ക്യാപിറ്റൽ ഇൻകം, നാഷണൽ ഇൻകം ഒക്കെ ഇവിടെ പ്രിലിംസിൽ പഠിച്ചു, പക്ഷെ അവിടെ കേരള എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂ കേരള സിലബസിലുണ്ട്. അപ്പൊ അത് അറിഞ്ഞിട്ട് വേണം, ഇത് നോട്ട് ചെയ്തിട്ട് വേണം. ഞാൻ പറഞ്ഞേ, മിനറൽസ്, അഗ്രികൾച്ചർ, നമ്മൾ ജോഗ്രഫിയിൽ കിടക്കുന്ന അതേ ടോപ്പിക് ഇവിടെയും കിടക്കുന്നുണ്ട്, എവിടെ സിലബസിൽ കിടക്കുന്നുണ്ട്. ഈ പേപ്പറിനൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ റിട്ടേൺ തരുന്ന, അതായത് ഈ സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും, ഉദാഹരണം നീതി ആയോഗ്, പ്ലാനിംഗ് കമ്മീഷൻ ഒക്കെ ചെറിയ ടോപ്പിക്കാണ്. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ന്യൂ എക്കണോമിക് റിഫോംസും ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇതിലും ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഈ അടുത്ത് വരുന്നുണ്ട്. ഓക്കെ, ഗ്രീൻ റെവല്യൂഷൻ പ്രിപ്പയർ ചെയ്താൽ അതിൽ നിന്ന് കിട്ടും. GST ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. GST പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനോ ആ ഒരു കൺസെപ്റ്റും പഠിച്ചു കഴിഞ്ഞാൽ ഇത്. അപ്പൊ ഹിസ്റ്ററിയും ജോഗ്രഫിയും പോലെ അല്ല എക്കണോമിക്സിന് 7 മാർക്സ് ആണെങ്കിൽ കൂടിയും സിലബസ് ചെറുതാണ്. കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ചെയ്താൽ 5 മാർക്ക് വരെ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ 7-ല് 4 അല്ലെങ്കിൽ 5 മാർക്ക് ഉറപ്പായിട്ടും കിട്ടാൻ സാധ്യത ഉള്ള, എന്നാൽ കുറഞ്ഞ സമയം ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന ഒരു സബ്ജക്റ്റ് ആണ് എന്ത്, എക്കണോമിക്സ്. അപ്പൊ അതൊന്ന് മനസ്സിൽ കരുതിയിട്ട്, അപ്പൊ എക്കണോമിക്സിൽ നിങ്ങൾ അത് മാത്രമല്ല, എക്കണോമിക്സ് പഠിച്ചേ പറ്റൂ. എന്തിനാണ് എക്കണോമിക്സ് പഠിക്കേണ്ടത്? ഇവിടെ പേപ്പർ 1-ൽ 7 മാർക്കാണെങ്കിൽ പേപ്പർ 2-ൽ കേരള എക്കണോമി എന്ന് പറഞ്ഞിട്ട്, കേരളാസ് എക്കണോമി, അതായത് കേരളാസ് എക്കണോമി എന്ന് പറഞ്ഞിട്ട് 15 മാർക്കും, കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് 15 മാർക്കും, മൊത്തം 30 മാർക്ക് ഉണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഈ എക്സാമിന് വന്നിട്ടുള്ളത് എക്കണോമി എന്നാണ്. പേപ്പർ 2-ൽ കേരള എക്കണോമിക്ക് 30 മാർക്കും, പേപ്പർ 1-ൽ എക്കണോമിക്സിന് 7 മാർക്കും, 37 മാർക്സ് ഔട്ട് ഓഫ് 200 എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്കണോമിക്ക് നിങ്ങൾ ടൈം കൊടുത്താൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ല റിട്ടേൺ തരുന്ന ഒരു ഏരിയ ആണ് എന്ത്, എക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്. ഓക്കെ, സിലബസ് നോക്കുക. ഇത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എല്ലാ മെയിൻസിലും എക്സാമിനുള്ള, പ്രിലിംസിന് ഇല്ലെങ്കിൽ കൂടിയും മെയിൻസിന് ഉള്ള ഒരു കോമൺ ടോപ്പിക് ആണ് ഇത്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്. അപ്പൊ ഈ സിലബസ് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ എഗെയിൻ ഇവിടെയും നിങ്ങൾ എന്താണ്, ഇവിടെ എൻവയറമെന്റ്. ഓക്കെ, എൻവയറമെന്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോ 10 മാർക്ക് എൻവയറമെന്റ് എവിടെ ഉണ്ട്, പേപ്പർ 2-ൽ ഉണ്ട്. എക്സ്ക്ലൂസീവ് ആയിട്ട് എൻവയറമെന്റ് എന്ന് പറഞ്ഞിട്ട് 10 മാർക്ക് അവിടെ കിടക്കുന്നുണ്ട് പേപ്പർ 2-ൽ. അപ്പൊ ഇവിടെയും ഈ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിൽ എൻവയറമെന്റ് ഹസാർഡ്സ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഇപ്പോൾ കഴിഞ്ഞ SI എക്സാമിലും ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ഈ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിൽ ക്യോട്ടോ പ്രോട്ടോക്കോളിനെ കുറിച്ചാണ് അവർ ചോദിച്ചത്. ഓക്കെ, സിലബസ് ഈ കഴിഞ്ഞ 30-ാം തീയതി കഴിഞ്ഞ എക്സാമിലെ ക്വസ്റ്റ്യൻ കാര്യം ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഏരിയ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഈ കേരള വെൽഫെയർ ആക്ടിവിറ്റീസ് എന്നുള്ള ഏരിയയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. കുറച്ച് ഗവൺമെന്റ് സ്കീംസ് ഉണ്ട്, ആർദ്ര മിഷൻ പോലെ കുറച്ച് ഗവൺമെന്റ് സ്കീംസ് ഉണ്ട്. അത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത് സ്കോറിംഗ് ആണ്. വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് സ്കോറിംഗ് ആണ്. അപ്പൊ ഇത് പിന്നെ ബാക്കിയുള്ള ഏരിയാസ് ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ച് ചോളുമ്പോഴത്തേക്കും ഏകദേശം കവേർഡ് ആവും. അപ്പൊ ഇവിടെ ഈ ഏരിയയിൽ ഒരു 4 മാർക്ക് സ്കോർ ചെയ്യാൻ ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ, എസ്പെഷ്യലി അഗെയിൻ ഇത് ഓരോ ടോപ്പിക്ക് പഠിക്കേണ്ടതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് വേണം നിങ്ങൾ ആ ടോപ്പിക്ക് പഠിക്കാൻ. അല്ലാണ്ട് വലിച്ചു വാരി കയറി പഠിക്കരുത്. ലൈഫ് സയൻസ് ആണെന്ന് വെച്ചിട്ട് കംപ്ലീറ്റ് സാധനങ്ങൾ എടുത്ത് പഠിക്കുന്നത്, സിലബസിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ, അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ട് ഞാൻ പറഞ്ഞ ആ ക്വസ്റ്റ്യൻസും അതിന്റെ ചോയ്സും, ഒരു ക്വസ്റ്റ്യനിൽ 4 അറ്റ്ലീസ്റ്റ് മിനിമം
ഇമ്പോർട്ടന്റ് ഏരിയാസ് ഉണ്ടാവും, അത് നന്നായി പഠിച്ച് ഈ ഏരിയ സ്ട്രോങ് ആക്കി വെക്കുക. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ഫിസിക്സ് ലൈഫ് സയൻസ് പോലെയല്ല, ഫിസിക്സിന്റെ സിലബസ് ക്വൈറ്റ് വാസ്റ്റ് ആണ്. ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷെ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഫിസിക്സിന്റെ മോഷൻ എന്ന ടോപ്പിക്കിനിടയിൽ അച്ചീവ്മെന്റ്സ് ഇൻ സ്പേസ് മിഷൻസ് ഇൻ ഇന്ത്യയും ISRO ഉണ്ട്. ഓൾറെഡി നിങ്ങൾ ഇത് പ്രിലിംസിന് പഠിച്ചാണ്. അപ്പൊ ISRO ഇവിടെ ഉണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി അവിടെ പഠിച്ചതാണ്. അപ്പൊ അതേപോലെ തന്നെ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് സിലബസിൽ. സാറ്റലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഗ്രാവിറ്റേഷൻ, അവിടെ സാറ്റലൈറ്റ്സ് ഇൻ. അപ്പൊ ഇവിടെ റീസെന്റ് ഇത് കറണ്ട് അഫയർ ആയിട്ടായിരിക്കും മിക്കവാറും സാറ്റലൈറ്റ്സിന്റെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ ഫിസിക്സിൽ ISROയും സ്പേസ് മിഷനും റീസെന്റ് കറണ്ട് അഫയറും പഠിച്ചു കഴിഞ്ഞാൽ 1 മാർക്ക് ഉറപ്പായിട്ട് ഫിസിക്സ് നമുക്ക് ഒപ്പിക്കാം. പിന്നെ ബാക്കിയുള്ളത് എന്റെ സജഷൻ, ഫിസിക്സിന് നിങ്ങൾ എന്താ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പോകാണ്ട് അവൈലബിൾ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അത് അത്യാവശ്യം നല്ല ഇതുണ്ട്. എന്റെ ഒരു സജഷൻ എന്ന് വെച്ചാൽ ഈവൻ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരുപാട് ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പോൾ അതെടുത്ത് സോൾവ് ചെയ്തോളൂ. ആദ്യം ഇവിടുത്തെ ഡിഗ്രി പ്രിലിംസിന്റെയും ഡിഗ്രി മെയിൻസിന്റെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞാൽ ഫിസിക്സിന്റെയും കെമിസ്ട്രീന്റെയും ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ അവൈലബിൾ ആണ്. അതെടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യാം. സോ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈഫ് സയൻസും ഫിസിക്സ് കെമിസ്ട്രിയിലും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അഗെയിൻ ഇവിടെ സ്ട്രാറ്റജി തന്നെയാണ്. ഫിസിക്സും കെമിസ്ട്രി ലൈഫ് സയൻസിന് എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്ത് പഠിക്കാം. വീണ്ടും പറയാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ വായിച്ചാൽ ഇതാണ് ആൻസർ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുക, അതല്ല. അതിൽ പറയുന്ന ടേംസ് എല്ലാം പഠിക്കുക. ഓക്കെ, ടോപ്പിക്സ് നന്നായിട്ട് പഠിക്കുക. ഇതാണ് കെമിസ്ട്രീന്റെ സിലബസ്. ഓക്കെ, അപ്പൊ കെമിസ്ട്രീന്റെ സിലബസ് കണ്ടാൽ ചെറുതാണെങ്കിലും പക്ഷെ കുറച്ച് ഡെപ്ത് ഉള്ള ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പൊ അത് നന്നായിട്ട് മീൻസ് PYQ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ അലട്രോപ്പി എന്ത് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്, മെറ്റൽസ് എന്ത് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്, അങ്ങനെ pH വാല്യൂനെ കുറിച്ചിട്ട് എന്താണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ പഠിച്ചു പോകാം. ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ. ഓക്കെ, ഇത് പൊതുവേ അത് ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ. അഗെയിൻ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈസി ആണോ? ഞാൻ എപ്പോഴും പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള കാര്യമുണ്ട്. ചില കുട്ടികൾ പറയാം, സാർ അത് എനിക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അത് എനിക്ക് ഭയങ്കര ടഫാണ്. ദർ ഇസ് നത്തിങ് കോൾഡ് ഡിഫിക്കൽട്ട് ഓർ ടഫ്. നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞാൽ അത് ഈസി ആയി. പഠിക്കാത്തതുകൊണ്ടാണ് അത് ബുദ്ധിമുട്ട്. അപ്പൊ ഈ ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ പഠിക്കേണ്ട ഒരു രീതിയുണ്ട്. ആദ്യം സിലബസ് കുറിച്ചിട്ട്, ആർട്സിൽ എന്തൊക്കെയുണ്ട്, സിലബസിൽ എന്തൊക്കെ പറയുന്നുണ്ട്, ലിറ്ററേച്ചർ എന്തൊക്കെയുണ്ട് സിലബസിൽ പറയുന്നുണ്ട്, ഓക്കെ, കൾച്ചറൽ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ആദ്യം അത് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട്, എത്രയാനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെന്ന് പറയും ആർട്ട് ലിറ്ററേച്ചർ. അത് ഇംഗ്ലീഷിൽ മാത്രമല്ല മലയാളത്തിലുണ്ട്. അത് മാത്രം സോൾവ് ചെയ്താൽ മതി. അവൈലബിൾ ആയിട്ടുള്ള 2021 മുതൽ 25 വരെയുള്ള ഡിഗ്രി പ്രിലിംസിന്റെയും മെയിൻസിന്റെയും പിന്നെ അല്ലാതെ തരുന്ന PSC നടത്തിയിട്ടുള്ള എല്ലാത്തിന്റെയും പ്രിലിംസിന്റെ മീൻസ് ആർട്ട് ലിറ്ററേച്ചർ കൾച്ചറിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ, അത് ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്താൽ 5 മാർക്ക് നിങ്ങൾക്ക് ഈ സാധനം തിരിച്ചു തരും. ഇത് ഇൻവെസ്റ്റ് ചെയ്താൽ റിട്ടേൺ കിട്ടുന്ന ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ റിട്ടേൺ തരുന്ന. അപ്പൊ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം, റിട്ടേൺ കിട്ടും നിങ്ങൾക്ക്. പിന്നെ സ്പോർട്സ്, അഗെയിൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിലബസ്. പലരും സ്പോർട്സിന്റെ സിലബസ് കാണാണ്ടാണ് മെയിൻസിന് പോവാറ്. ആ സ്പോർട്സിന്റെ ഇപ്പോ ഇവിടെ നോക്കിയാൽ നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഇൻ ഇമ്പോർട്ടൻറ്റ് സ്പോർട്ട് ഐറ്റംസ് അങ്ങനെ ചോദിക്കാറുണ്ട്. ഇന്ന സ്പോർട്സിൽ എത്ര പ്ലേയേഴ്സ് ആണ് വേണ്ടത്, അതൊക്കെ ചെറിയ ചെറിയ ടോപ്പിക്കാണ്, അധികം സമയം വേണ്ട. ഓക്കെ, അതേപോലെ തന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഓരോ രാജ്യത്തിന്റെയും നാഷണൽ സ്പോർട്സ് എന്താണ്. റീസെന്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ബംഗ്ലാദേശിന്റെ നാഷണൽ ഗെയിം എന്താണ്. അപ്പൊ അങ്ങനെ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഒളിമ്പിക്സ് നന്നായിട്ട് പഠിച്ചോ, 1 മാർക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. എന്ത് ചെയ്താൽ മതി, ഒളിമ്പിക്സ് തന്നെ എന്തോരം ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ടോപ്പിക്സ് കണ്ട് സ്പോർട്സിന് നിങ്ങൾ നെഗ്ലക്ട് ചെയ്യരുത്. നല്ല റിട്ടേൺ കിട്ടുന്ന ഒരു സാധനമാണ്. സിലബസ് കണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. സ്പോർട്സ് ഇസ് വെരി 3 മാർക്കേ ഉള്ളൂ എന്ന് വെച്ചിട്ട് നിങ്ങൾ നെഗ്ലക്ട് ചെയ്യരുത്. 3-ൽ 2 മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള. പിന്നെ റീസെന്റ് ആയിട്ടുള്ള സ്പോർട്സ് കറണ്ട് അഫെയർ നോക്കുക. അപ്പോൾ ഈ സിലബസിൽ നിന്നും ചോദിക്കാറുണ്ട്. ആദ്യം ഈ സിലബസിൽ നിന്ന് സ്റ്റക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മോട്ടോ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും സ്പോർട്സിനെ കുറിച്ചിട്ട്. ഇനി അഗെയിൻ ഹൈ സ്കോറിംഗ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ഭയങ്കര, അതായത് ചെറിയ സിലബസ് ആണ്, 6 മാർക്ക് ഉണ്ട്, നല്ല റിട്ടേൺ തരുന്ന. ആകെ 4 സെക്ഷനാണുള്ളത്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇന്റർനെറ്റ്. ഈ 4 സെക്ഷനും ഉറപ്പായിട്ട് ഒരു ചോദ്യം മിനിമം ഉണ്ടാവും. പിന്നെ അടുത്ത 2 ക്വസ്റ്റ്യൻ മിക്കവാറും വരാൻ പോകുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആയിരിക്കും 2 ക്വസ്റ്റ്യൻ വരിക. ഈ സോഫ്റ്റ്വെയർ പാർട്ടിൽ ആയിരിക്കും 2 ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഹാർഡ്വെയറിന് 1 ക്വസ്റ്റ്യനും ഇന്റർനെറ്റിന് 1 ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ പാറ്റേണിലായിരിക്കും വരിക. എഗെയിൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തോ,
എങ്ങനെയാ ചെയ്യേണ്ടത്? ഇൻപുട്ട് ഡിവൈസിൽ നിന്നുള്ള ചോദിച്ചിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യുക. ഇൻപുട്ട് ഡിവൈസ് കഴിഞ്ഞു, ഒരു ഐഡിയ കിട്ടും. അതേപോലെ ഔട്ട്പുട്ട് ഡിവൈസ്, അങ്ങനെ ഓരോരോ ടോപ്പിക് എടുത്തിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് സ്കോറിംഗ് ആണ്. മിനിമം 4 മാർക്ക് എങ്കിലും കിട്ടാൻ സാധ്യതയുള്ള ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പേപ്പർ 1 ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. അപ്പോൾ നമ്മൾ എല്ലാവരും ഇത് പറയാറുണ്ട്, ലൈഫ് സയൻസും ഫിസിക്സും കെമിസ്ട്രീനെ കുറിച്ച് പറയാറുണ്ട്, പക്ഷെ ആരും ഇവനെ കുറിച്ച് സംസാരിക്കാറില്ല. ആരെ? കമ്പ്യൂട്ടർ ബേസിക്സ് അല്ലെങ്കിൽ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. ഇവൻ സ്കോറിംഗ് ആണ്. ഫിസിക്സും കെമിസ്ട്രിയും ലൈഫ് സയൻസിനെ കാട്ടി ഹൈ സ്കോറിംഗ്. മിനിമം ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ മതി ഇതില്. അപ്പോ ഇതിന് നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യാം. Then comes the next hero. പേപ്പർ 1 ഗെയിം ചേഞ്ചേഴ്സ് ആണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾ PSC പഠിക്കുന്ന ഒരു കുട്ടികളാണെങ്കിൽ പ്രിലിംസ് ഒക്കെ നിങ്ങൾ പാസ് ആകുന്നത് മാത്സിന്റെയും ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും ബലത്തിലാണ്. അപ്പൊ ഞാൻ സിലബസ് ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. സിലബസ് കണ്ട് പഠിക്കുക. 15 മാർക്ക്, അതായത് പേപ്പർ 1 ഏറ്റവും ഹയസ്റ്റ് വെയിറ്റേജ് ഉള്ളത് ഇതിനാണ്, മാത്സിനാണ് 15 മാർക്ക്. ഇംഗ്ലീഷിനും മലയാളത്തിനും 13 മാർക്കേ ഉള്ളൂ. അപ്പോൾ എന്റെ ഏറ്റവും വലിയൊരു സജഷൻ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ദിവസത്തിൽ നല്ലൊരു ടൈം നിങ്ങൾ ചില കുട്ടികൾ മാത്സ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞിട്ട് മാത്സ് ഒഴിവാക്കുന്നുണ്ട്. അത് ചെയ്യരുതേ. ഇറ്റ് മീൻസ് ഈസി പോർഷൻസ് ഉണ്ട് മാത്സിൽ. ഓക്കെ, ഇവിടെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്പേഴ്സ്, ബേസിക് ഓപ്പറേഷൻസ്, ഇപ്പൊ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് പറയുന്ന ഏരിയ ഒന്ന് ടൈം ആൻഡ് വർക്ക്. ഞാൻ എല്ലാവരുടെ കാര്യമല്ല പറയണ്ട, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അങ്ങനെ ബുദ്ധിമുട്ട് പറയുന്ന 1-2 ഏരിയാസ് ഉണ്ട്. അത് മാറ്റിയിട്ട് ബാക്കിയുള്ള ഏരിയാസ് ചെയ്തോളൂ. പക്ഷെ ഇതും ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ഇവിടെ നിന്നൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇതിൽ സിമ്പിൾ അർത്ഥമെറ്റിക്, മെന്റൽ അബിലിറ്റി ആൻഡ് റീസണിങ്, അതായത് ഈ സെക്ഷനിൽ നിന്ന് ഈ സീരീസ്, ഓഡ് മാൻ ഔട്ട്, അനലോഗി അല്ലെങ്കിൽ കോഡിംഗ് ഡീകോഡിംഗ്, ഫാമിലി റിലേഷൻ, സെൻസ് ഓഫ് ഡയറക്ഷൻ, ടൈം ആൻഡ് ആംഗിൾ, ക്ലോക്ക്, കലണ്ടർ, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും എങ്ങനെയാ ക്വസ്റ്റ്യൻ വരണം എന്നുള്ളത്. അതൊക്കെ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആ ഏരിയ എന്നൊക്കെ വന്ന് നിങ്ങൾക്ക് പെട്ടെന്ന്. പക്ഷെ ഇവിടെ ടൈം ഒരു ഫാക്ടറാണ്. നിങ്ങൾ ആൻസർ ചെയ്താൽ മാത്രം പോരെ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, 100 ചോദ്യം 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 100 ക്വസ്റ്റ്യൻ ആകെ 90 മിനിറ്റേ ഉള്ളൂ. പല കുട്ടികളും പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, സാർ ഞാൻ മാത്സ് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ എനിക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ ഈഗോ കാരണം ഞാൻ 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ഞാൻ അതിനുവേണ്ടി സമയം കൊടുത്തു, അതുകൊണ്ട് എനിക്ക് വേറെ പേപ്പർ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റിയില്ല, വേറെ ക്വസ്റ്റ്യൻസ് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഈഗോ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഒരു 30 സെക്കൻഡിനുള്ളിൽ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്തിലേക്ക് ചാടുക. പ്രത്യേകിച്ച് മാത്സിന്റെ കേസിലാണ് നിങ്ങൾ സ്റ്റക്കായി പോണത്. കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഒരുപാട് സമയം പോവും. അറിയാവുന്ന അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ കിട്ടുന്ന പല ക്വസ്റ്റ്യൻസ് ഫുള്ള് വായിക്കാൻ പറ്റില്ല. അപ്പൊ അധികം ടൈം കളയരുത്. അപ്പോൾ എൻ്റെ ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ മാത്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് സിലബസ് നോക്കി ഓരോരോ ടോപ്പിക് പഠിക്കുക. ഇനിയുള്ള 25 ദിവസങ്ങളിൽ എല്ലാ ദിവസവും മാത്സ് വീക്ക് ആണെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾ മാത്സിന് കൊടുത്തോ അത് റിട്ടേൺ തരും. ഇംഗ്ലീഷ് വീക്ക് ആണെങ്കിൽ ഇംഗ്ലീഷിന് കൊടുത്തോ അതിന് റിട്ടേൺ തരും. മലയാളത്തിന് കൊടുത്തോ അത് റിട്ടേൺ നിങ്ങൾക്ക് മാർക്ക് തരും. അപ്പൊ ഇംഗ്ലീഷ് 13 മാർക്കാണ്. ഇപ്പോ ഒരു മാസം മുമ്പ് എന്നെ വന്ന് കണ്ട ഇംഗ്ലീഷ് വീക്കാണെന്ന് പറഞ്ഞ സ്റ്റുഡന്റ് ഇന്ന് ഇംഗ്ലീഷിന്റെ ഞാൻ ടെസ്റ്റ് നടത്തുമ്പോൾ ഒരു 25-20-21 മാർക്ക് വാങ്ങിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു കാര്യം 1 മണിക്കൂർ ആ കുട്ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ തുടങ്ങുന്നതാണ്. അപ്പൊ ഇനിയും നിങ്ങൾക്ക് 25 ദിവസം, ഒരു 10-20 ദിവസം ഇംഗ്ലീഷ് വീക്ക് ആണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നല്ല ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഉള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പൊ അത് നല്ലത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ യൂസ് ചെയ്യാം. ഞാൻ എന്റെ മെന്റർഷിപ്പ് ഉള്ള കുട്ടികളോട് ഞാൻ പറയാറുണ്ട് എന്ത് ബുക്കാണ് വായിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് അത് ചെയ്താൽ അപ്പൊ ഇംഗ്ലീഷും മലയാളവും സിലബസ് കണ്ട് ഏരിയാസ് നോക്കി എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇതൊക്കെ സിലബസ് ആണ്, ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങൾ സോൾവ് ചെയ്യാം. ഇനി പേപ്പർ 1 അപ്പൊ നിങ്ങളുടെ പേര് റാങ്ക് ലിസ്റ്റിൽ വരാൻ, ആദ്യത്തെ 100 റാങ്കിൽ വരാൻ എന്ത് ചെയ്താൽ മതി, ഒരു 120 മാർക്കിൽ എത്തിയാൽ മതി. അപ്പൊ ഇത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞില്ല, ആദ്യം തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളുടെ ഹെൽത്ത് നോക്കണം എന്നുള്ളത്. ഈ ഹെൽത്ത് ഡിറ്റോറേറ്റ് ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം നിങ്ങളുടെ ടെൻഷനാണ്, അൺനെസറി ടെൻഷനാണ്. അയ്യോ ഈ വർഷം എനിക്ക് എന്തായാലും എനിക്ക് ഈ പരീക്ഷ പാസ്സാകണം, അല്ലെങ്കിൽ എനിക്ക് എല്ലാ പ്രശ്നം, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. അങ്ങനെ അൺനെസറി ടെൻഷൻ, അൺനെസറി പ്രഷർ കൊടുക്കരുത്. നിങ്ങൾ ഒറ്റ കാര്യം മനസ്സ് ഇതുണ്ടാക്കിയാൽ മതി, ഞാൻ ഇനിയുള്ള 25 ദിവസം അല്ലെങ്കിൽ ഇനിയുള്ള സമയം ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുക്കും, ഞാൻ വളരെ സ്മാർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യും, ഞാൻ എൻ്റെ ഓരോ ടൈമും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന രീതിയിലായിരിക്കും ഞാൻ എൻ്റെ സമയം അലോട്ട് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ എങ്ങനെയെങ്കിലും. എനിക്ക് എൻ്റെ ലക്ഷ്യം ഞാൻ പാസ്സാകോ ഇല്ലയോ എന്നുള്ളതല്ല, എൻ്റെ ലക്ഷ്യം എന്താണ്, എൻ്റെ ബെസ്റ്റ് കൊടുക്കുക, എനിക്ക് 120 മാർക്ക് കിട്ടാൻ വേണ്ടി ഞാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ 120 മാർക്ക് കിട്ടാൻ പേപ്പർ 1
നിങ്ങൾ 60 മാർക്ക് പേപ്പർ 1 നിങ്ങൾ സ്കോർ ചെയ്യണം. ഈ 60 മാർക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്സ്, ഇംഗ്ലീഷ്, ഇത് ഞാൻ പറഞ്ഞില്ലേ, മാത്സ് ഇംഗ്ലീഷിൽ നിന്ന് 13 ഉണ്ട്, മലയാളത്തിൽ 13 ഉണ്ട്, മാത്സ് എന്ന് പറയുന്നത് സിമ്പിൾ അർത്ഥമെറ്റിക്, മെന്റൽ അബിലിറ്റി ആൻഡ് റീസണിങ്ങിന് 15 മാർക്കാണ്. ഈ മാത്സ് മിനിമം നിങ്ങൾ 10 മാർക്ക് വാങ്ങിച്ചിരിക്കണം ആ പറഞ്ഞ സമയം കൊണ്ടിട്ടോ. വെറുതെ ഒരുപാട് സമയം എടുത്തിട്ട് 10 മാർക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ഒരു ക്വസ്റ്റിന് കൊടുക്കേണ്ട സമയം കൊടുത്തിട്ട് 10 മാർക്ക് വാങ്ങിക്കണം. ഇംഗ്ലീഷിന് 13 11 വാങ്ങിക്കാൻ പറ്റും, മലയാളത്തിന് 13 11 വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ മിനിമം 30 35 ഇടയിൽ MEM മലയാളം, ഇംഗ്ലീഷ്, മാത്സ് നിങ്ങൾ ഇത് സ്കോർ വന്നാൽ മാത്രമേ നിങ്ങളുടെ അപ്പോൾ ഇവിടെ അപ്പോൾ നിങ്ങൾ മലയാളത്തിൽ, ഇംഗ്ലീഷിൽ, മാത്സിൽ എവിടെ നിൽക്കുന്നു, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ വീക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമയം കൊടുക്കണം. അറ്റ്ലീസ്റ്റ് ഇനിയുള്ള ദിവസം ഓരോ മണിക്കൂറും വീക്ക് ആണെങ്കിൽ, മലയാളം, ഇംഗ്ലീഷ്, മാത്സ് വീക്ക് ആണെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾ അതാത് സബ്ജക്ട്, ഇപ്പൊ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് മൊത്തം വീക്ക് ആണെങ്കിൽ 3 മണിക്കൂർ അതിനുവേണ്ടി കൊടുക്കണം. ഓരോ മണിക്കൂർ വെച്ച് കൊടുക്കണം. ഇവിടെ ഒരു അഡ്വൈസും കൂടി ഉണ്ട്. ഒരു ദിവസം, ഇനിയുള്ള 25 ദിവസം ഒരു സബ്ജക്ട് 1 മണിക്കൂറിൽ കൂടുതൽ പഠിക്കാൻ പാടില്ല. ആ 1 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുകയും വേണം. എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ 1 മണിക്കൂർ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ ഓൾമോസ്റ്റ് സാച്ചുറേറ്റഡ് ആവും. പിന്നെ നമ്മുടെ ബോഡിക്കും ചില വല്ലായ്മ ഉണ്ടാവും. അപ്പൊ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോഡിക്കും അതുപോലെ ബ്രെയിനും അപ്പൊ ആ ഇരുന്ന കസേര ഒന്ന് എഴുന്നേക്കുക. ഈ 2-3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് നടുവേദനയും ബോഡി പെയിൻ ഒക്കെ ഉണ്ടാകുന്നത്. ഒരു 50 മിനിറ്റ് 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, ആ ടോപ്പിക്ക് നിർത്തി വെക്കുക. എന്നിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും ബ്രേക്ക് എടുക്കാന്ന് പറഞ്ഞാൽ ലോങ് ബ്രേക്ക് അല്ല, 5 മിനിറ്റ് 10 മിനിറ്റിന്റെ ബ്രേക്ക് ആണ്. അങ്ങനെ വേണം നിങ്ങൾ ഒരു ദിവസം പഠിക്കണം. അങ്ങനെ ബ്രേക്ക് എടുത്ത് അങ്ങനെ ഒരു 3-4 മണിക്കൂർ പഠിച്ചു കഴിയുമ്പോൾ, 3-4 സബ്ജക്ട് പഠിച്ചു കഴിയുമ്പോൾ ഒരു അരമണിക്കൂറിന്റെ ബ്രേക്ക് എടുക്കുക. ഉച്ചയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു നാപ്പ് എടുക്കുക. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ സ്ട്രാറ്റജിയാണ്. അപ്പോൾ ബോഡിയെ സ്ട്രെയിൻ ചെയ്യാണ്ട്, ബോഡിയെയും ബ്രെയിനെയും ശരീരത്തിനെയും ബ്രെയിനെ സ്ട്രെയിൻ ചെയ്യാണ്ട് ആസ്വദിച്ച് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. അപ്പൊ പേപ്പർ 1 60 മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് 30+ സ്കോർ ചെയ്തേ പറ്റൂ. അതിന് നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്തോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഉള്ള ബുക്സ് എടുത്ത് സോൾവ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിന്റെ റിട്ടേൺ കിട്ടും. അപ്പൊ ഇതിനാണ് നിങ്ങൾ സമയം കൊടുക്കേണ്ടത്. അല്ലാണ്ട് 7 മാർക്ക് ഹിസ്റ്ററിക്കും ജോഗ്രഫിക്കും കുറെ സമയം കൊടുക്കലല്ല ചെയ്യേണ്ടത്. അത് മണ്ടത്തരമാണ്. ഇവിടെ റിട്ടേൺ തരും. നിങ്ങൾ അൾട്ടിമേറ്റ്ലി ഫൈനൽ ടോട്ടൽ മാർക്സ് ആണ് നോക്കുന്നത്. എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്നൊന്നും ആരും ചോദിക്കൂല. ഓക്കെ, അപ്പൊ ഇത് ഞാനൊരു ആവറേജ് ഞാൻ പറഞ്ഞേ, ഞാൻ പറയുന്നത് ഫ്ലെക്സിബിൾ ആണ്, റിജിഡ് അല്ല. എന്നെ ക്രിട്ടിസൈസ്, സാറേ ഞാൻ അത് അങ്ങനെയാണ്, ഞാൻ ഇതിൽ അത്ര മാർക്ക് വാങ്ങിക്കുന്നത്, വാങ്ങിച്ചോ, ഒരു കുഴപ്പമില്ല. ഞാൻ ഹിസ്റ്ററിയിൽ PhD എടുത്ത ആളാണ്, ഞാൻ 7 വാങ്ങിക്കുന്ന വാങ്ങിച്ചോ, സന്തോഷമേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഒരു 90% കാൻഡിഡേറ്റ്സിന്റെയും കാര്യമാണ്. 10% ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഞാൻ ഉദ്ദേശമല്ല ഞാൻ പറയുന്നത്. നമ്മൾ സാധാരണ സ്റ്റുഡന്റ് അവർക്ക് പാസ്സാകാനുള്ള സ്ട്രാറ്റജിയാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, അവിടെ ശ്രദ്ധിക്കേണ്ട. അപ്പൊ 3 മാർക്ക് കൂടുതൽ കിട്ടിയാൽ ലാഭമാണ്. 3 മാർക്ക് മിനിമം കിട്ടണം ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലും. ഞാൻ പറഞ്ഞ എക്കണോമിക്സിന് നിങ്ങൾക്ക് 5 മാർക്ക് വാങ്ങിക്കാൻ പറ്റും, പഠിക്കേണ്ട രീതിയിൽ പഠിച്ച് അധികം സമയം കൊടുക്കാണ്ട്. ഇത്രയും സമയം കൊടുക്കും. ഹിസ്റ്ററിക്കും ജോഗ്രഫിയും കൊടുക്കുന്ന അത്രയും സമയം കൊടുക്കാണ്ട് തന്നെ എക്കണോമിക്സിന് 5 മാർക്ക് കിട്ടും. അപ്പൊ പിന്നെ അത് വാങ്ങിക്കണ്ടേ? അത്രയും സമയം കൊടുക്കാണ്ട് തന്നെ കമ്പ്യൂട്ടേഴ്സിന് 4 മാർക്ക് കിട്ടും. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിന് 4 മാർക്ക് കിട്ടും. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിന് 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിന് 4 മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ സമയം അതിന് കൊടുക്കണം. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിന് കൊടുക്കണം, ഒരു സംശയവും വേണ്ട. എക്കണോമിക്സിന് കൊടുക്കണം. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് കൊടുക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, PYQലേക്ക് പോവാം. ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, PVS ക്വസ്റ്റ്യൻസ് കൊടുത്ത 4 മാർക്ക്, 8ൽ 4 മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കൊടുക്കുക. ഇങ്ങനെയാണ്. അപ്പൊ ഇത്രയും ഏകദേശം 12 സബ്ജക്ട്സ് ഉണ്ട് പേപ്പർ 1. അപ്പൊ ഈ 12 സബ്ജക്റ്റിൽ നിന്നിട്ട് നിങ്ങൾക്ക് ആകെ ഞാൻ പറഞ്ഞില്ലേ, ഓൺ ആൻ ആവറേജ് ഒരു കോമൺ സ്റ്റുഡന്റിന്, ഒരു സിൻസിയർ സ്റ്റുഡന്റിന് എഫിഷ്യന്റ് ആയിട്ട്, എഫക്റ്റീവ് ആയിട്ട് ഒരു 10 മണിക്കൂറേ പഠിക്കാൻ പറ്റുള്ളൂ വിത്ത് പ്രോപ്പർ ബ്രേക്ക് ടൈം കൂട്ടാണ്ട്. അപ്പോ 250 മണിക്കൂർ എത്ര മണിക്കൂർ ഞാൻ ഇത് കൊടുക്കണം? ഒരു 125-130 മണിക്കൂർ ഇതിന് കൊടുത്തോ. 120 മണിക്കൂർ പേപ്പർ 2 കൊടുത്താൽ മതി. പേപ്പർ 2 സബ്ജക്ട് ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് മെറ്റീരിയലും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ 2 65 മാർക്ക് വാങ്ങിക്കാം. അപ്പൊ പേപ്പർ 2 ശരിക്കും പറഞ്ഞാൽ പേപ്പർ 1 കാട്ടി, അത് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രിപ്പറേറ്ററി ലെവൽ അനുസരിച്ചിരിക്കും. പേപ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പേപ്പർ 2 ഭയങ്കര സ്കോറിംഗ്, അധികം സമയം വേണ്ട. അവിടെയാണ് ക്വസ്റ്റ്യൻ മാർക്ക് മെറ്റീരിയലിന്റെ ഇഷ്യൂ ആണ്. ഓക്കെ, എനിവേ, ഇനി പേപ്പർ 2 ഐ വിൽ സജസ്റ്റ്
ഐ വിൽ സജസ്റ്റ് ടു ഗെറ്റ് എൻ്റെ ഒരു അനാലിസിസ് എന്താണെന്ന് വെച്ചാൽ പേപ്പർ 2 ഇസ് മോർ സ്കോറിംഗ് ദാൻ പേപ്പർ 1 വിത്ത് ലെസ് ടൈം. നല്ലൊരു ഗൈഡൻസും നല്ലൊരു മെറ്റീരിയലും നല്ലൊരു പ്രാക്ടീസ് ടെസ്റ്റും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും. അപ്പൊ പേപ്പർ 2 അതായത് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ പേപ്പർ 2 ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ നിങ്ങൾ സിവിക്സിന്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള വേർഡ് പറയുന്നുണ്ട്, ബ്യൂറോക്രസി എന്നുള്ള വരുന്നത്. അവിടെ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷനിലും ബ്യൂറോക്രസിനും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ ആ ഒരു സിലബസ് അല്ല ഇവിടെ പ്രിൻസിപ്പൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ. അവിടെ കുറച്ച് ടോപ്പിക്സ് നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണണം, അത് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആ ഏരിയയിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻ നമുക്ക് ഈ 10 മാർക്കിൽ കിട്ടും പ്രിൻസിപ്പൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ. ഓക്കെ, അപ്പൊ പൊതുവെ എന്റെ അഭിപ്രായത്തിൽ പ്രിൻസിപ്പൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, പ്രിൻസിപ്പൾസ് ഓഫ് മാനേജ്മെന്റ് സ്കോറിംഗ് 10 മാർക്കാണ്. ഒരു മിനിമം 12 മാർക്ക് വാങ്ങിക്കാൻ സാധ്യതയുള്ള, പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഓൾറെഡി നമ്മുടെ ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്ത കുട്ടികൾക്കൊക്കെ ഞാൻ അഡ്മിനിസ്ട്രേഷന്റെ മാനേജ്മെന്റ് മെറ്റീരിയൽ വിത്ത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, ഓക്കെ, ഏകദേശം 16 ടോപ്പിക്സ് ഉണ്ട് പേപ്പർ 1 പ്രിൻസിപ്പൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഞാൻ പറയാറുണ്ട്, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിന് ഒറ്റ ദിവസം കൊണ്ടിട്ട് ആ മെറ്റീരിയൽ വായിച്ചു തീർക്കാൻ പറ്റും വിത്ത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. ഒറ്റ ദിവസം കൊണ്ട് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു തീർക്കാൻ പറ്റും. ആ നോളേജും പിന്നെ നമ്മുടെ വരാൻ പോകുന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ടെസ്റ്റും കൊണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ 6 മാർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. ഇത് തന്നെ മാനേജ്മെന്റും പോസിബിൾ ആണ്. അഡ്മിനിസ്ട്രേഷന്റെ മാനേജ്മെന്റ് ഞാൻ മെറ്റീരിയൽ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10% മെറ്റീരിയൽ അഡീഷണൽ ആയിട്ട് കൊടുക്കാനുണ്ട്. ബട്ട് സിലബസിൽ പറയുന്ന കാര്യത്തിൽ എല്ലാം ബേസിക് ആയിട്ടുള്ള വളരെ തിൻ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്, അല്ലാണ്ട് ജങ്ക് മെറ്റീരിയൽ അല്ല. ഒരു ദിവസം കൊണ്ട് അഡ്മിനിസ്ട്രേഷനും ഒരു ദിവസം കൊണ്ട് മാനേജ്മെന്റും നിങ്ങൾക്ക് ആ മെറ്റീരിയൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും വിത്ത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ. അപ്പൊ അതില് ബുദ്ധിമുട്ടുള്ളവരെ എന്നെ കോൺടാക്ട് ചെയ്യണം, ഞാൻ അതിനുള്ള സൊല്യൂഷൻസും പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ഇവിടെ തിയറീസ് ഉണ്ട്. ഓക്കെ, ഇവിടെ അഡ്മിനിസ്ട്രേഷനിലും മാനേജ്മെന്റ്സിലും തിയറീസ് ഉണ്ട്. ക്ലാസിക്കൽ തിയറി, അതേപോലെ തന്നെ ബിഹേവിയറൽ തിയറി, കണ്ടിജൻസി തിയറി, സിസ്റ്റംസ് തിയറി. ഇത് രണ്ടും കോമൺ ആണ് ഇതിൽ. കാര്യം ഇതെല്ലാം തിയറീസ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഓർഗനൈസേഷനിൽ അഡ്മിനിസ്ട്രേഷനും ഉണ്ട്, മാനേജ്മെന്റും ഉണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ തന്നെ സിലബസിൽ തന്നെ ഉണ്ട്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ വേഴ്സസ് മാനേജ്മെന്റ്. അപ്പൊ ആ ഡിഫറൻസ് മനസ്സിലാക്കി കണക്ട് ചെയ്ത് ചാപ്റ്റർ ഈ മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 12 മാർക്ക് മീൻസ് അധികം സമയം വേണ്ട. 2 ദിവസം ഒരു പ്രോപ്പർ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ സാമ്പിൾ, നമുക്കൊരു പബ്ലിക് ചാനൽ ഉണ്ട്, ഏകദേശം 1200 കുട്ടികളുണ്ട്. ഞാൻ 1 മാസം മുമ്പ് തുടങ്ങിയ ചാനലാണ്, സെക്രട്ടറി അസിസ്റ്റന്റ് മാത്രമായിട്ട് തുടങ്ങിയ, എക്സാമിന് വേണ്ടി തുടങ്ങിയ ഒരു പബ്ലിക് ചാനലാണ്. അപ്പൊ അവിടെ ഞാൻ ഒരുപാട് സാമ്പിൾ മെറ്റീരിയൽ അഡ്മിനിസ്ട്രേഷന്റെ മാനേജ്മെന്റ് എല്ലാത്തെയും സബ്ജക്റ്റിന്റെ പേപ്പർ 2 മെറ്റീരിയൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, നിങ്ങൾ ഇപ്പൊ വായിച്ച മെറ്റീരിയലും ആ മെറ്റീരിയലും തമ്മിലുള്ള ഡിഫറൻസ്, എത്ര സമയം വേണം, അതിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ പ്രാക്ടീസ് ക്വസ്റ്റ്യനിലൂടെ ആ ടോപ്പിക്ക് പഠിക്കാം, മെറ്റീരിയലും പ്രാക്ടീസ് ക്വസ്റ്റ്യനിലൂടെ ആ ടോപ്പിക്ക് പഠിക്കാം. പിന്നെ ഇതിന്റെ സെക്ഷൽ ടെസ്റ്റ് 25 മാർക്കിന്റെ സെക്ഷൽ ടെസ്റ്റ് ഞാൻ നടത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ആ സബ്ജക്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. എനിവേ, ഇത് പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ 12 മാർക്ക്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ 8 മാർക്ക്. ഞാൻ സിലബസ് ഓൾറെഡി നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ സിലബസ് കാണാം. ഇനി അത് ഞാൻ പ്രോപ്പർലി സെഗ്രിഗേറ്റ് ചെയ്തിട്ട് മീൻസ് ഓരോരോ, ഞാൻ ഇതിനെല്ലാത്തിനും 9 ടെലിഗ്രാം ചാനൽ ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. എന്റെ മെന്റർഷിപ്സ്, ഞാൻ മെന്റർ ചെയ്യുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ. സീരീസ് സ്റ്റുഡൻസിന് ഞാൻ ഫ്രീ ആയിട്ട് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ്, ഈവൻ ഇപ്പോ ഈ ഗവേണൻസിന്റെയും മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ആ മീൻസ് ഇറ്റ് വിൽ സേവ് യുവർ ടൈം. ഇറ്റ് വിൽ ആ ഒരു നല്ലൊരു കണ്ടന്റ് കിട്ടി കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സമയത്ത് നല്ല മെറ്റീരിയലും നല്ല കൺസെപ്റ്റൽ ക്ലാരിറ്റിയും ആ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും പിന്നെ ഒരു സെക്ഷണൽ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ആ ഏരിയ കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറും സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ, പോളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ 20 മാർക്കാണ്. ഇവിടെ ഏറ്റവും ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള പേപ്പർ 2 ഏറ്റവും ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയ ഞാൻ മിനിമം 15 മാർക്ക് നിങ്ങൾ വാങ്ങിക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ള PSCന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യന്റെ ക്വസ്റ്റ്യൻസും ഈവൻ UPSCന്റെ ക്വസ്റ്റ്യൻസും മാത്രം ചെയ്താൽ മതി. ഓൾറെഡി ഞാൻ നമ്മുടെ പിള്ളേർക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം തന്നെയാണ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതായിട്ടില്ല, ഒഫീഷ്യലി ഇത് ചെയ്തിട്ടില്ല. ഇൻ അനദർ 2-3 days ഐ വിൽ സ്റ്റാർട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ 15 മാർക്ക് എങ്ങനെ നേടാം, ആ ഒരു മെറ്റീരിയലും ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ 15 മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ആ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് പിന്നെ ആ സിലബസ് പഠിച്ചു പോയാൽ മതി. ആ സിലബസ് ടോപ്പിക് മര്യാദക്ക് പഠിച്ച് ഇന്റർലിങ്ക് ചെയ്ത് പോയാൽ മതി. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ.
ഇവിടെ കേരള ഒരു ടൈപ്പ് ചെയ്തപ്പോ മാറിപ്പോയിട്ടുണ്ട്. ഇത് വരേണ്ടത് സോറി ഞാൻ ശ്രദ്ധിച്ചില്ലത്. ഇത് 15 മാർക്കിന്റെ കേരള എക്കണോമിയും 15 മാർക്കിന്റെ കേരള എക്കണോമിയാണ്. 15 മാർക്കിന്റെ കേരള എക്കണോമിയാണ്. ഇത് കേരള എക്കണോമിയാണ്. കേരള എക്കണോമിന്റെ 15 മാർക്കും കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിൽ 15 മാർക്കാണുള്ളത്. ഓക്കെ, അപ്പോ 5ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് കേരള എക്കണോമിയും 5ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് കേരള എക്കണോമിയും 6ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് സോറി ഞാനത് ശ്രദ്ധിച്ചില്ല, അപ്പൊ ഇപ്പോഴാണ് കാണുന്നത്. ഓക്കെ, കേരള എക്കണോമി എന്ന് പറയുന്നത് 5ാമത്തെ മൊഡ്യൂളും 6ാമത്തെ മൊഡ്യൂൾ എന്താണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റും ആണ്. അപ്പൊ കേരള എക്കണോമി എന്നും കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്നും കൂടിയായിട്ട് 15 വെച്ചിട്ട് 30 മാർക്ക് ഉണ്ട്. 30 മാർക്ക്. ഓക്കെ, അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ 30 മാർക്കിലേക്ക് കേരള എക്കണോമിയിൽ നിന്ന് 15ൽ 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എഗെയിൻ എങ്ങനെ പറ്റുമെന്ന് വെച്ചാൽ പഠിക്കേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, കേരള എക്കണോമിക്കും കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റും ആ സിലബസിൽ പറയുന്ന ആ ടോപ്പിക്കിന്റെ ആദ്യം ഒരു ബേസ് നോളജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റെഫർ ചെയ്യേണ്ടത് കേരള എക്കണോമിക് റിവ്യൂ ആണ്. ലേറ്റസ്റ്റ് കേരള എക്കണോമിക് റിവ്യൂ ആണ്. പിന്നെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിന്റെ നമുക്ക് ഈ പ്ലാനിംഗ് കമ്മീഷന്റെ കുറെ ഇമ്പോർട്ടന്റ് ഈ പ്ലാൻ ഉണ്ട്. ലേറ്റസ്റ്റ് 5 ഇയർ പ്ലാനിന്റെ ഒരുപാട് റിപ്പോർട്ട്സ് ഉണ്ട്. സിലബസ് പറയുന്ന ഒരുപാട് ടോപ്പിക് ഉണ്ട്. സോ അതിന് അടിസ്ഥാനപരമായിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി കേരള എക്കണോമിക്ക് വേണ്ടി മാത്രം ഞാനൊരു ഒരു സിമ്പിൾ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ആ മെറ്റീരിയലും ഈ ബേസ് മെറ്റീരിയലും അതേപോലെ തന്നെ ഇതിൽ നിന്നുള്ള മാക്സിമം ഞാൻ പറഞ്ഞു ഓൾറെഡി കേരള എക്കണോമിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ പ്രിലിമിനറി എക്സാമിലും മെയിൻസിലും കേരള എക്കണോമി ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ 3 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഏകദേശം ഒരു 35-40ഓളം ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് കേരള എക്കണോമിന്റെ ഒരു ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ധാരണ വെച്ചിട്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന KS പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയായിരിക്കും കേരള എക്കണോമിന്റെ ക്വസ്റ്റ്യൻസ് വരിക, എവിടെ നിന്നാണ് വരിക എന്നുള്ളതൊക്കെ ഏകദേശം കേരള എക്കണോമി റിവ്യൂ എന്നൊക്കെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എഗെയിൻ ഇവിടെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇനി അത് വായിക്കാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ കേരള എക്കണോമിയും കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അതുപോലെ തന്നെ അതിന്റെ ഒരു ടെസ്റ്റ് സീരീസ് പ്രോഗ്രാം കേരള എക്കണോമിക്ക് വേണ്ടി ഒരു 20 മാർക്സ് അറ്റൈൻ ചെയ്യാൻ. സോ ഇതൊരു ഗെയിം ചേഞ്ചർ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഒരു 15 മാർക്കും കേരള എക്കണോമിയിൽ നിന്നും കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിൽ നിന്നും കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിൽ നിന്നും 10 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പിന്നെ എൻവയറമെന്റ് നിങ്ങൾ സിലബസ് നോക്കുക. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു എൻവയറമെന്റ് 10 മാർക്കാണ്. അപ്പൊ ഇതിൽ കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ ടോപ്പിക് ഒക്കെ ഉണ്ട്. എൻവയറമെന്റൽ ഓഡിറ്റിംഗ്, ഗ്രീൻ ഓഡിറ്റിംഗ്. അപ്പൊ അതിലെ ഓഡിറ്റിംഗ് നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരും. ഓക്കെ, എൻവയറമെന്റൽ ലോസ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പൊ പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ കേരള ജോഗ്രഫി ഡിസ്കസ് ചെയ്ത് പറഞ്ഞു റിവേഴ്സ് ഓഫ് കേരള, ബയോസ്ഫിയർ റിസർവ്സ് ഇൻ കേരള എന്നാണ് എടുത്ത് പറയുന്നത്, നാഷണൽ പാർക്സ് ഇൻ കേരള, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഇൻ കേരള, അല്ലാണ്ട് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ വരുന്നുണ്ട്. എൻവയറമെന്റ് ഇതും ഒന്ന് മര്യാദക്ക് പഠിക്കുകയാണെങ്കിൽ ഇതിലൊരു 6 മാർക്ക് 10ൽ ഒരു 6 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഓക്കെ, ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് കേരള ഗവർണൻസിന്റെ സിലബസിൽ ഇത്രയും പക്ഷെ ഡെപ്ത് ആയിട്ടൊന്നുമല്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കേരള ഗവർണൻസിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉള്ളതുകൊണ്ട് ഈ ഗവർണൻസും അതേപോലെ തന്നെ ഈവൻ കേരള മോഡൽ ഡെവലപ്മെന്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ലാൻഡ് റിഫോംസ് പോലത്തുള്ള ടോപ്പിക് ഒക്കെ നമ്മുടെ ഈവൻ സിവിക്സിലുണ്ട്, പ്രിലിംസ് സിവിക്സിലുണ്ട്, അതേപോലെ തന്നെ കേരള ഗവർണൻസിലുണ്ട്. അപ്പൊ കേരള ഗവർണൻസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിക്കോളൂ. അതില് കുറച്ച് പേപ്പർ ഇതിന്റെ ടോപ്പിക്സ് ഉണ്ട്. ഈ ഗവർണൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് കുറച്ച് കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ. പക്ഷെ ആ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇതിൽ ഭയങ്കര ഡെപ്ത് ആയിട്ട് ഉള്ള ഒരു ടോപ്പിക്കാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. എഗെയിൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻവെസ്റ്റ് ചെയ്തോ ആ സിലബസ് പറയുന്ന കാര്യത്തിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് മെറ്റീരിയലും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പറയുമ്പോൾ ഇവിടെ കേരള ഗവൺമെന്റിന്റെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിംഗ് ബോർഡിന്റെ ഒരു മെറ്റീരിയൽ ഉണ്ട്. അപ്പം മിക്കവാറും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന അവിടെ. പിന്നെ അത് കൂടാണ്ട് തന്നെ കുറെ കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, മോഡൽസ് ഉണ്ട്, അത് പഠിച്ചു പോവുക. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം ഡിസാസ്റ്റർ മാനേജ്മെന്റിന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഈ പ്രാവശ്യം. നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2024 അവസാനം അമെൻഡ് ചെയ്തു. എന്നിട്ട് പുതിയൊരു അർബൻ നമുക്കറിയാം നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി സിലബസിലുണ്ട്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി
സിലബസിലുണ്ട്. ഓക്കെ, അപ്പം രസം എന്താന്ന് വെച്ചാല് അപ്പൊ ഒരു പുതിയൊരു അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് ഈ അമെന്റ്മെന്റ് ആക്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ മിക്കവാറും ഈ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അമെന്റ്മെന്റ് ആക്ട് 2024 ഈ അമെന്റ്മെന്റിനെ കുറിച്ചിട്ട് അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്ന കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും അല്ലെങ്കിൽ കാരണം സിലബസിലുള്ളതുകൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് സിലബസിലുണ്ട്, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് സിലബസിലുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിലബസിലുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഈ അമെന്റ്മെന്റ് ആക്ടും ഇമ്പോർട്ടന്റ് ആണ്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇത് സ്കോറിംഗ് ആണ്, കുറച്ച് ചെറിയ സിലബസ് ആണ്, 10 മാർക്ക് ഉണ്ട്, പുതിയ ടോപ്പിക് ആണ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഈ കഴിഞ്ഞ LSGSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഇപ്പൊ LSGSന്റെ പുതിയ ഈ സെക്രട്ടറി അസിസ്റ്റന്റ് പോലെ തന്നെ പുതിയ സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ ആദ്യമായിട്ട് കേരള PSC ഒരു പുതിയ സിലബസിൽ, അത് SIന്റെ ലേറ്റസ്റ്റ് പുതിയ സിലബസ് വന്നപ്പോൾ 2023 SIന്റെ സിലബസ് വന്നപ്പോഴും 2024 LSGSന്റെ സിലബസ് വന്നപ്പോഴും ഇനിയിപ്പോ 2025 സെക്രട്ടറി സിലബസ് വരാൻ പോകുമ്പോഴും ഈ പുതിയ സിലബസിലുള്ള ടോപ്പിക്സ് ഒക്കെ അവർ കൂടുതൽ ജനറൽ ക്വസ്റ്റ്യൻസ്, ഒരു 50% ജനറൽ ക്വസ്റ്റ്യൻസ് സിലബസിൽ നിന്ന് തന്നെ ജനറൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആ സിലബസ് പറയുന്ന ടേംസിനെ കുറിച്ചിട്ട് ഒരു വ്യക്തമായ ഒരു ധാരണ ഉണ്ടെങ്കിൽ ഒരു 50% ഓഫ് ദി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. PSC എങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നത്, പാറ്റേൺ എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് തെറ്റിക്കുന്നത്, എന്തൊക്കെ രീതിയിൽ എലിമിനേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാം എന്നൊക്കെ പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഗവേണൻസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഈ ഗവേണൻസ് വളരെ ചെറിയൊരു സിലബസ് ആണ്. ഈ ഗവേണൻസ് സിലബസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതൊരു കാരണം കൊണ്ടാണ് അപ്പൊ നമ്മള് പേപ്പർ 2 ഇൻവെസ്റ്റ് ഏകദേശം ഞാൻ പറയും ഒരു 100 മണിക്കൂർ ഒരു നല്ല സ്റ്റാൻഡേർഡ് മെറ്റീരിയലും ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പോ പേപ്പർ 2 ഞാൻ വീണ്ടും പറയണം, പേപ്പർ 2 ഇത് പേപ്പർ 2 പഠിച്ച കുട്ടികളല്ല, പേപ്പർ 2 ഒട്ടും പഠിക്കാത്ത കുട്ടികൾക്ക് ഒരു 10 ദിവസം കൊണ്ട് ആ പേപ്പർ 2 പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു സ്റ്റഡി മെറ്റീരിയലും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ടെസ്റ്റ് സീരീസും ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു 100 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുന്ന, ഓൾറെഡി ഞാൻ പറഞ്ഞ അഡ്മിനിസ്ട്രേഷന്റെ മെറ്റീരിയൽ കംപ്ലീറ്റ് ആയി, മാനേജ്മെന്റ് മെറ്റീരിയൽ കംപ്ലീറ്റ് ആയി, ടെസ്റ്റ് റെഡിയായി, അതേപോലെ തന്നെ ഈ ഗവൺമെന്റ് മെറ്റീരിയൽ ഇപ്പൊ നാളെ കംപ്ലീറ്റ് ആവും. അപ്പൊ അതേപോലെ തന്നെ ഇൻ 1 വീക്ക് ഇതിൽ നല്ലൊരു മെറ്റീരിയലും കേരള ഞാൻ പറഞ്ഞ എക്കണോമിക് റിവ്യൂ എന്നൊക്കെയുള്ള മെറ്റീരിയലും ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചറും കോൺസ്റ്റിറ്റ്യൂഷൻറ്റിലും എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് നമ്മൾ ഈ പ്രോഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിവേ, ദോസ് ഹു വാണ്ട്, ഞാൻ പറഞ്ഞില്ലേ, താല്പര്യമുള്ളവർക്ക് ഇതൊരു മാർക്കറ്റിംഗ് എക്സസൈസ് അല്ല. ഇപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതിനൊരു സ്മാർട്ടായിട്ട് പഠിക്കുക. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പേപ്പർ 1 പോലെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറവാണ്. അപ്പൊ ഉള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പ്രഡിക്ട് ചെയ്യണം. സിലബസിലെ കണ്ടന്റ് വെച്ചിട്ട് പ്രഡിക്ട് ചെയ്യണം, ഇത് ഇങ്ങനെ ആയിരിക്കും വരിക എന്നുള്ളത്. അങ്ങനെ അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇനി 25 ഡേയ്സേ ഉള്ളൂ. അപ്പൊ ഈ 25 ഡേയ്സിൽ 120+ മാർക്ക് കിട്ടിയാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ആദ്യത്തെ 100 റാങ്കിൽ വന്നു. അല്ലെങ്കിൽ ആദ്യത്തെ ഇപ്പോ 49,000 പേരുള്ളത് കൊണ്ട് ചിലപ്പോ കട്ട് ഓഫ് കുറച്ചും കൂടി മീൻസ് കട്ട് ഓഫ് കൂടിയാലും ഞാൻ ഉദ്ദേശിച്ചത് 120-125 ഉണ്ടെങ്കിൽ ആദ്യത്തെ 100 റാങ്കിൽ നിങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആ ഒരു ശ്രമമാണ് നടത്തുന്നത്. ആദ്യത്തെ 100 റാങ്കിൽ എത്താൻ വേണ്ടി ആയിരിക്കണം നിങ്ങൾ എല്ലാവരും ഇൻഡിവിജ്വലി ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇമ്പോർട്ടൻസ് ഓഫ് സിലബസ് ഞാൻ പറഞ്ഞു, ഇമ്പോർട്ടൻസ് ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു. എന്തിനാണ്, പാറ്റേൺ, എലിമിനേഷൻ മെത്തേഡ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഫൈനലി നിങ്ങൾക്ക് 120 മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അറിയാത്ത ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ക്വസ്റ്റ്യൻ, പക്ഷെ അത് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തത് ശരിയാക്കണം. ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സീരീസിന്റെ ആവശ്യമുണ്ട്. ഒരു 10-20 മിനിമം ക്വസ്റ്റ്യൻ, അറിയാത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് അതിന്റെ നല്ല സക്സസ് റേറ്റിൽ അത് ആൻസർ ശരിയാക്കണം. ഞാൻ ഒരു എക്സാമ്പിൾ, അപ്പൊ ഇവിടെ ഇത് ഭയങ്കര ഒരു കീ ആയ ഒരു ഫാക്ടറാണ്. ആൻസർ ദി അൺനോൺ. എങ്ങനെ അറിയാത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും? അപ്പൊ അതിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. ഒന്ന്, സിലബസിനെ കുറിച്ചിട്ട് വ്യക്തമായ, ആ സിലബസ് പറയുന്ന ഓരോ ടേമിനെ കുറിച്ചിട്ട് ഒരു ബേസിക് ഐഡിയ ഉണ്ടാണ്. സിലബസ് പഠിക്കാണ്ട് ബേസിക് ഐഡിയ ഇല്ലാണ്ട്, അപ്പോ ഈ ടു ആൻസർ ദി അൺനോൺ ഫസ്റ്റ് റിക്വയർമെന്റ് എന്താണ്, സിലബസിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ. ആ സിലബസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളൊരു ധാരണ അത് കണ്ടിട്ടുണ്ടാണ്. ആൻഡ് ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, PSCക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രീം വേർഡ് അവർ അതിൽ കൊണ്ടുവരണം. അങ്ങനെ ആ എക്സ്ട്രീം വേർഡ് പിക്ക് ചെയ്ത്, അപ്പോ ബേസിക് നോളേജ് ഇല്ലാത്ത ഒരാൾക്ക് ഒരു ടോപ്പിക്കിൽ എന്നോട് ഒരു സ്റ്റുഡന്റ് ചോദിച്ചു, സാറേ എല്ലായിടത്തും ഇങ്ങനെ എക്സ്ട്രീം വേർഡ്സ് വെച്ചിട്ട് എലിമിനേറ്റ്, അത് പറ്റില്ല.
സിലബസ് അറിയാണ്ട് ആ ടോപ്പിക് അറിയാണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് എക്സ്ട്രീം വേർഡ് അല്ലേ, അത് തെറ്റാവും, അങ്ങനെ ഞാൻ പറയുന്നില്ല. ആ സിലബസ് പഠിച്ചതിന് ശേഷം അതിൽ കേൾക്കാത്ത ഒരു കാര്യമാണ് വരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ആ എക്സ്ട്രീം വേർഡ്സ് വെച്ച് ക്യാച്ച് ചെയ്തിട്ട് അത് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായി എന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ ഈ ഗവർണൻസ് ഒരു ഹൈലി സ്കോർ ചെയ്യാൻ ചെറിയൊരു സിലബസ് ആണ്. ഈ ഗവർണൻസിന് ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. LSGS സെയിം സിലബസ്, ഈ ഡാറ്റ ഗവർണൻസ് വെച്ചിട്ട് ഈ സിലബസ് കോർ ടോപ്പിക്സും കീ ഇൻഫോർമേഷൻ സിസ്റ്റവും 8 മാർക്കിന് LSGSന്റെ ഉണ്ടായതാണ്. അപ്പൊ അതിൽ നിന്ന് ഒരു 8 ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നിന്നിട്ട് അപ്പൊ അതിൽ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എക്സ്പോർട്ട് സിസ്റ്റത്തിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ബേസിക് ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലൊന്നും സിലബസിലൊന്നും പറയാത്ത ഗവൺമെന്റ് പ്രോസസ് റീ എഞ്ചിനീയറിംഗിനെ കുറിച്ച് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഈ ഗവർണൻസ് മോഡലിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതെല്ലാം നമ്മൾ അതെല്ലാം കണ്ടുകൊണ്ടിട്ടാണ് ഞാൻ ഈ മെറ്റീരിയൽ, ഈ ഗവർണൻസിന്റെ മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഞാൻ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇതിന്റെ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ IT ആക്ട് ഉണ്ടല്ലോ, IT ആക്ട് SIന്റെ സിലബസിലുള്ളതാണ്. ഏകദേശം 10-25 ക്വസ്റ്റ്യൻ ഡിഗ്രി മെയിൻസിന് IT ആക്ടിൽ തന്നെ ഉണ്ട്. ആ 25 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഏകദേശം ഈ ഏരിയയിൽ എന്ത് വരും എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ട്. ഡാറ്റ പ്രൈവസിയും ഇൻഫർമേഷൻ സെക്യൂരിറ്റിയും ഇമ്പോർട്ടന്റ് ആയിട്ട് മിക്കവാറും വരാൻ പോകുന്നത് ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ലോ ഉണ്ട്, അത് നോക്കാം. അപ്പോ ഇതിൽ നിന്ന് ഈ കീ ഇൻഫോർമേഷൻ നിന്ന് ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഇത് 3 മാനേജ്മെന്റ് ഇൻഫോർമേഷൻ നിന്ന് ഒരു ക്വസ്റ്റൻ ഉണ്ടാവും, ഡിസിഷൻ സപ്പോർട്ടിൽ നിന്ന് ഒരു ക്വസ്റ്റൻ ഉണ്ടാവും, എക്സ്പോർട്ട് സിസ്റ്റത്തിൽ നിന്ന് ഒരു ക്വസ്റ്റൻ ഉണ്ടാവും, IT ആക്ടിൽ നിന്ന് ഒരു ക്വസ്റ്റൻ ഉണ്ടാവും, ഡാറ്റ പ്രൈവസി അല്ലെങ്കിൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയിൽ നിന്ന് അതിൽ മിനിമം ഒരു ക്വസ്റ്റൻ ഉണ്ടാവും, ബേസിക് ഒബ്ജക്റ്റീവ്സ് ഒരു ക്വസ്റ്റൻ ഉണ്ടാവും, ചാലഞ്ചസ് ഒരു ക്വസ്റ്റൻ ഉണ്ടാവും, വേരിയസ് ഇ ഗവർണൻസ് ഇനീഷ്യേറ്റീവ്സ് ഇൻ സെൻട്രൽ ഇന്ത്യയിലെയും മറ്റ് സ്റ്റേറ്റ് ഗവൺമെന്റിലെയും കേരളത്തിലെയും ഇ ഗവർണൻസ് ഇനീഷ്യേറ്റീവ്സിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു ടോപ്പിക്കാണ്, പക്ഷേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കീംസ് പഠിച്ച് പിന്നെ നമ്മൾ ഓൾറെഡി കേരളത്തിന്റെ ഇ ഗവർണൻസ് സ്കീംസിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ കേരള ഗവർണൻസിന്റെ സിലബസിലുണ്ട്. ഈവൻ സിവിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈവൻ റീസെന്റ് ആയിട്ടുള്ള നടന്ന ഈ 30 ഓഗസ്റ്റിന് നടന്ന ഒരു ഇ ഗവർണൻസ് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ സിലബസ് ഇ ഗവർണൻസ് ഇത് ഇത്രയും ചെറിയ ടോപ്പിക്കാണ്. അത് നല്ലൊരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ 10 മണിക്കൂർ കൊണ്ട് ഇത് പഠിച്ചു തീർക്കാൻ പറ്റും. 10 മണിക്കൂർ മതി, 10 മണിക്കൂർ വേണ്ട. ഇത് നല്ലൊരു സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ഇത് പഠിച്ചു തീർക്കാൻ, ഈ ടോപ്പിക് എല്ലാം പഠിച്ചു തീർക്കാൻ, എക്സ്പോർട്ട് സിസ്റ്റം എന്താണ് ഇതെല്ലാം കണക്ട് ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് പറ്റും. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞ പേപ്പർ 2 ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഈ 30th ഇപ്പൊ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നടന്ന 30th ഓഗസ്റ്റിന് നടന്ന SI എക്സാമിന്റെ സബ് ഇൻസ്പെക്ടർ എക്സാമിന്റെ ഒരു ഇ ഗവർണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞില്ലേ ഇത് ടു ആൻസർ ദി അൺനോൺ, ഞാൻ അതിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യനും സിലബസും കാണിച്ചത്. ഈ ആൻസർ ദി അൺനോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇ ഗവർണൻസിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഇ ഗവർണൻസ് പഠിച്ചപ്പോ ഈ ടോപ്പിക്കിനെ കുറിച്ച് പഠിച്ചില്ല എന്ന് വിചാരിക്കാം. പക്ഷെ ഇ ഗവർണൻസിന്റെ ആ സിലബസിൽ പറയുന്ന ഇ ഗവർണൻസിന്റെ കൺസെപ്റ്റ്, ഒബ്ജക്റ്റീവ്സ്, ചലഞ്ചസ്, ഇ ഗവർണൻസ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ, കേരള ആൻഡ് അതർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇമ്പോർട്ടന്റ് ഇ ഗവർണൻസ് പഠിച്ചു. പിന്നെ ഇമ്പോർട്ടന്റ് സിസ്റ്റംസിനെ കുറിച്ച് പഠിച്ചു. പിന്നെ ഡാറ്റ ഗവർണൻസിനെ കുറിച്ച് പഠിച്ചു. IT ആക്ടിനെ കുറിച്ചൊക്കെ പഠിച്ചതിന് ശേഷം ആ പഠിച്ച ഒരാൾക്ക് പിന്നെ ഒരു പരിചയമില്ലാത്തൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് ഒന്നും വായിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് അതിന്റെ ആൻസർ ആണ്. ഇപ്പൊ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഈ ഗവർണൻസ് ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് Kerala's approach to e-governance, which of the following reflects the key factors that have contributed to the relative success at the grassroots level എന്ന് പറഞ്ഞിട്ട് അവർ 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അല്ല, ഞാൻ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ നോക്കി. 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, എക്സ്ക്ലൂസീവ്. ഇതിന്റെ കാരണം പറയാണ്, സക്സസിന്റെ കാരണം പറയാണ്. എക്സ്ക്ലൂസീവ് ഡിപ്പെൻഡൻസ് ഓൺ പ്രൈവറ്റ് IT vendors for പബ്ലിക് സർവീസ് ഡെലിവറി പ്ലാറ്റ്ഫോം. അതായത് കേരളത്തിന്റെ ഇ ഗവർണൻസിന്റെ ഗ്രാസ് റൂട്ട് ലെവലിൽ സക്സസ് ആകാനുള്ള കാരണം എന്താണ്? എക്സ്ക്ലൂസീവ് ഡിപ്പെൻഡൻസ് ഓൺ പ്രൈവറ്റ് IT വെൻഡേഴ്സ് എന്നാണ് പറയുന്നത്. അത് തെറ്റല്ലേ? എന്തോരം കേരള ഗവൺമെന്റ് തന്നെ IT ഇതുണ്ട്, മിഷൻസ് ഉണ്ട്. ഈവൻ ഈ ഇത് തന്നെ ഇൻഫോർമേഷൻ കേരള മിഷൻ എന്ന് പറയുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അതിന്റെ കീഴിലുള്ള ഒരു ഓട്ടോണമസ് ഒരു ഏജൻസിയാണ് ഇൻഫർമേഷൻ കേരള മിഷൻ എന്ന് പറയുന്നത്.
അപ്പൊ അവിടെ തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇങ്ങനെ അപ്പൊ ഇത് ഇത് പഠിക്കുമ്പോൾ കേരള ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്സ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിക്കും. ഓക്കെ, ഏതൊക്കെ മീൻസ് കേരള ഗവൺമെന്റിന്റെ ഓരോ ഇ ഗവേണൻസ് ഇനിഷ്യേറ്റീവ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഏതൊക്കെ ഏജൻസിയാണെന്ന് പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഗവൺമെന്റ് ഏജൻസീസ് ഉണ്ടെന്നുള്ളത്. അപ്പൊ ആ ഒരു ലോജിക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലാവും. തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോയ്സ് ബി എലിമിനേറ്റ് ചെയ്യാം, ചോയ്സ് സി എലിമിനേറ്റ് ചെയ്യാം, ചോയ്സ് ഡി എലിമിനേറ്റ് ചെയ്യാം. ആൻസർ കിട്ടി എ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ആൻസറിങ് ദി അൺനോൺ എന്ന് പറഞ്ഞത്. ആൻസറിങ് ദി അൺനോൺ എങ്ങനെയാണ്, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, കറക്റ്റ് ആയിട്ട് ഫുൾ അറിഞ്ഞുകൂടാ, പക്ഷേ എന്താണ് അതിന്റെ കോർ കൺസെപ്റ്റ് അറിയാം, സിലബസ് അറിയാം, ആ നോളജ് വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഇതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഇത് തൊട്ടിപ്പോ ഏകദേശം ഈ പാറ്റേണിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇ ഗവേണൻസിന്റെ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. അതിന്റെ ലേറ്റസ്റ്റ് സൈൻ ആണത്. ഏറ്റവും അടുത്ത് ഇത് നമ്മുടെ സെക്രട്ടറിയേറ്റിന്റെ തൊട്ട് മുമ്പ് നടന്ന ഒരു മേജർ എക്സാം ആണ് SIന്റെ മെയിൻസ് എക്സാം. ഓക്കെ, അപ്പൊ അതിൽ നമ്മുടെ സിലബസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു ഓൾറെഡി ടെസ്റ്റ് സീരീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് 120 മാർക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ എവിടെ നിൽക്കുന്നു, നിങ്ങൾക്ക് എത്രമാത്രം നോളേജ് ഉണ്ട്, നിങ്ങളുടെ നോളേജ് ഒന്ന് അളക്കണം, ഒന്ന് മെഷർ ചെയ്യണം. അപ്പൊ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ടെസ്റ്റ് സീരീസ് എഴുതി നോക്കണം. അപ്പൊ നമ്മുടെ ടെസ്റ്റ് സീരീസ് ഒരു ഫ്ലെക്സിബിൾ ടെസ്റ്റ് സീരീസ് ആണ്. ഓക്കെ, ഡേറ്റ് പറയുന്നെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞ് പേപ്പർ 2ന്റെ എല്ലാത്തിന്റെയും സെക്ഷൽ ടെസ്റ്റ് ആദ്യം ഞാൻ പേപ്പർ 2ന്റെ 25 ക്വസ്റ്റ്യൻ ഉള്ള സെക്ഷൽ ടെസ്റ്റ് 9 മൊഡ്യൂൾസിന്റെയും സെക്ഷൽ ടെസ്റ്റ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ എപ്പോൾ വേണം ചേർന്ന് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എന്താണ് നമ്മുടെ പ്രൈവറ്റ് ടെലിഗ്രാം ചാനലിൽ ക്വസ്റ്റ്യൻ പേപ്പറും ഇതിന്റെ എക്സ്പ്ലനേഷൻ, ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇത്രയും ഈ ഓരോ ടോപ്പിക്കിന് 25 ക്വസ്റ്റ്യൻസും അതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം നല്ല നോളജ് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പേപ്പർ 2 അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഈ ടെസ്റ്റ് ചെയ്തുമ്പോൾ അറിയാം 25-ൽ എത്ര നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റി. അപ്പോൾ 5ഉം 10 തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയോ മിസ്സിംഗ് ഉണ്ട്. എന്താണ് മിസ്സിംഗ് എന്നുള്ളത് ആസ് എ മെന്റർ ഐ വിൽ ഹെൽപ്പ് യു ഇൻ എസ്പെഷ്യലി പേപ്പർ 2. കാരണം പേപ്പർ 2 ഞാൻ പറഞ്ഞു വളരെ കുറഞ്ഞ സമയം കൊണ്ട് പേപ്പർ 2 പഠിച്ചു തീർക്കാൻ പറ്റും. നല്ല മെറ്റീരിയൽ ഉണ്ടായാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ടെസ്റ്റ് സീരീസ് മാത്രം ചോദിച്ചാൽ തന്നെ നമ്മൾ 3 മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ കോഴ്സസ് എടുക്കണേ ചെറിയ ചെറിയ ഫീസേ ഉള്ളൂ. ഓക്കെ, വളരെ നോമിനൽ ആയിട്ട് ടെസ്റ്റ് സീരീസിന് 600 രൂപയേ ഉള്ളൂ. ഇപ്പൊ കേരള എക്കണോമിയുടെ കോഴ്സ് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ജസ്റ്റ് ഓൺലി 300 rupees. ഓക്കെ, എനിവേ ഞാൻ പറഞ്ഞില്ല ഇത് നിർബന്ധമില്ല, എന്തായാലും നിങ്ങൾ ചേരണമെന്ന് ഞാൻ പറയുന്നുമില്ല. എന്റെ റെക്കമെൻഡേഷൻ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഇതുവരെ ഒറ്റ ടെസ്റ്റ് സീരീസും ജോയിൻ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായും ചേരുക. പിന്നെ ചെറിയൊരു നോമിനൽ എമൗണ്ട് ആയതുകൊണ്ട് ഈവൻ പേപ്പർ 2ന്റെ മാത്രം ടെസ്റ്റ് സീരീസിനാണെങ്കിൽ അതും ഓപ്ഷൻ ആണ്. ജസ്റ്റ് 300 rupees നിങ്ങൾക്ക് ഈ ടെസ്റ്റും പിന്നെ 5 പേപ്പർ 2ന്റെ ഫുൾ ടെസ്റ്റും കിട്ടും. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. എനിവേ ടു നോ, ഓക്കെ, നിങ്ങൾ എവിടെ നിൽക്കുന്നു, പേപ്പർ 1ലും പേപ്പർ 2ലും എവിടെ നിൽക്കുന്നു അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് എഴുതി നോക്കിയേ പറ്റൂ. അതനുസരിച്ചിട്ട് ആസ് എ മെന്റർ നിങ്ങൾ എന്നെ ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ടെസ്റ്റിന്റെ മാർക്ക് വെച്ചിട്ട് നിങ്ങൾ എനിക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, എനിവേ ഇതാണ് നമ്മുടെ പേപ്പർ 1ന്റെ 12 സെക്ഷണൽ ടെസ്റ്റ്. ഇതാണ് ഡേറ്റ് നോക്കേണ്ട. ഇതിൽ ഓൾറെഡി ഹിസ്റ്ററിന്റെയും ജോഗ്രഫിന്റെയും എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. മാത്സ് കംപ്ലീറ്റ് ചെയ്തു, ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്തു, നാളെ മലയാളം കംപ്ലീറ്റ് ആവും. പിന്നെ ഇതെല്ലാം 6-ാം തീയതിക്കുള്ളിയായിട്ട് by 6th എല്ലാത്തിനും സെക്ഷൽ ടെസ്റ്റ് തീരും. അത് തന്നെ ഒരു റിച്ച് സോഴ്സ് ആയിരിക്കും. എല്ലാ ക്വസ്റ്റ്യൻസും എക്സാക്ട്ലി PSC ചോദിച്ചിട്ടുള്ള മോഡലിൽ തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കുറെയൊക്കെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ടെലിഗ്രാമിന്റെ ഒരു പബ്ലിക് ചാനൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ആ ടെലിഗ്രാം പബ്ലിക് ചാനലിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോന്റെ അടിയിൽ ഇടാം. അത് നിങ്ങൾക്ക് ആ കയറുമ്പോൾ തന്നെ നമ്മളുടെ ക്വസ്റ്റ്യൻസും നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസും നമ്മുടെ സാമ്പിൾ മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും 21 സെക്ഷണൽ ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, 25 ക്വസ്റ്റ്യൻസിന്റെ. അത് കഴിഞ്ഞിട്ട് 5 പേപ്പർ 1ന്റെയും 5 പേപ്പർ 2ന്റെയും ഫുൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഡേറ്റ്. ഓക്കെ, അപ്പൊ 9th സെപ്റ്റംബറിൽ ആദ്യത്തെ ഫുൾ ടെസ്റ്റ് വരുന്നുണ്ട് പേപ്പർ 1ന്റെ. അപ്പൊ ഈ ഫുൾ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും പേപ്പർ 1ൽ നിങ്ങൾ എവിടെ നിൽക്കുന്നുണ്ടെന്നുള്ളത്. 11th പേപ്പർ 2ന്റെ ഫുൾ ടെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ 13th 15th വരുന്നുണ്ട്, 17th 19th വരുന്നുണ്ട്. ഈ 21st ടെസ്റ്റ് 21ാം തീയതി ടെസ്റ്റ്, അതായത് എക്സാമിന് ഒരു 5-6 ദിവസം മുമ്പുള്ള ടെസ്റ്റ് പേപ്പർ 1ന്റെ പേപ്പർ രാവിലെ 21 രാവിലെ പേപ്പർ 1ഉം പേപ്പർ 2 ഉച്ചയ്ക്കുമായിട്ടാണ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ 21st ഇത് നമ്മൾ ഫ്രീ ആയിട്ട് എല്ലാ സ്റ്റുഡൻസിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ട്രിവാൻഡ്രത്തുള്ളവർ ഇവിടെ വന്ന് എഴുതാം, ഓൺലൈനിലുള്ളവർക്ക് ഞങ്ങൾ അതിന്റെ PDF നമ്മുടെ പബ്ലിക് ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കൂ, അതിന്റെ എക്സ്പ്ലനേഷൻസും
ഈവനിങ്ങിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് നിങ്ങൾ എവിടെ നിൽക്കുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് ചെയ്യാം. പിന്നെ 24-ാം തീയതി അപ്പൊ ഇവിടെ ബേസിക്കലി ഇവിടെ മുതൽ നിങ്ങൾ എവിടെ എന്ത് പ്രശ്നം ഉണ്ടെന്ന് നിങ്ങൾക്ക് ആദ്യത്തെ ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ പേപ്പർ 1ലും പേപ്പർ 2ലും നമുക്ക് മനസ്സിലാവും. 9th കൂടി പേപ്പർ 1 എന്താണ് പ്രശ്നമെന്നും 11th കൂടി പേപ്പർ 2 എന്താ പ്രശ്നം എന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റും. അത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. എനിവേ, സോ മൈ ഫൈനൽ ഇതാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ. പബ്ലിക് ചാനൽ ആയതുകൊണ്ട് ഇതൊന്ന് അടിച്ചു കൊടുത്താൽ മതി. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 2025 സിവിൽസ് 360 അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് നമ്മുടെ പബ്ലിക് ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റും. എല്ലാം നമ്മുടെ ലിങ്ക് ഈ വീഡിയോയുടെ അടിയിൽ ഉണ്ടാവും, ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഒന്ന്, സാധാരണ കുട്ടികൾ ചെയ്യുന്ന ഒരു കോമൺ പ്രോബ്ലം ആണ് അൺനെസറി ടെൻഷൻ. എക്സാമിനെ കൊണ്ട് അത് എടുക്കാതിരിക്കുക. ടെൻഷൻ കൊണ്ട് നിങ്ങളുടെ സമയം പോവാന്നല്ലാണ്ട് നിങ്ങൾക്ക് ഒന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ടെൻഷൻ എടുക്കണ്ട. എന്താ പറയേണ്ടത്? ഞാൻ എൻ്റെ ബെസ്റ്റ് ഞാൻ കൊടുക്കും. പിന്നെ പഠിച്ച കാര്യങ്ങൾ, ഒരുപാട് ഫാക്ട്, ഒരുപാട് ഇൻഫർമേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. റീകളക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ റീകളക്ട് ചെയ്യാൻ പറ്റാതിരിക്കും വീണ്ടും ടെൻഷൻ വരും. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ അല്ലല്ലോ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അല്ലേ. ആൻസർ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഇല്ലേ. അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആൻസറും കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഓർക്കാൻ പറ്റും. അപ്പൊ അത് ചെയ്യല്ലേ, നിങ്ങൾ റീകളക്ട് ചെയ്യാനുള്ള ശ്രമം നിങ്ങൾ നടത്തല്ലേ. പഠിക്കുന്ന അനുസരിച്ച് നിങ്ങൾ റിവൈസ് ചെയ്തോളൂ, പക്ഷെ റീകളക്ട് ചെയ്യരുത്. അത് മണ്ടത്തരമാണ്. പിന്നെ സെപ്റ്റംബർ 27 എക്സാമിന് പോകുമ്പോൾ നല്ല സ്മാർട്ടായിട്ട് കൂളായിട്ട് പോവുക. സ്മാർട്ടായിട്ട് കൂളായിട്ടും പോയാൽ മാത്രമേ, സ്ട്രെസ് ഇല്ലാണ്ട് പോയാൽ മാത്രമേ നമുക്ക് ശ്രദ്ധയോടുകൂടി ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാൻ പറ്റുള്ളൂ. ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് കാണണമെന്നുണ്ടെങ്കിൽ മനസ്സ് ഫോക്കസ്ഡ് ആയിരിക്കണം, കൂളായിരിക്കണം. ടെൻസ്ഡ് ആയ ഒരു മനസ്സുകൊണ്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, തെറ്റായ സ്റ്റേറ്റ്മെന്റ് കാണാൻ പറ്റില്ല. കീവേഡ്സ് കാണില്ല, നോട്ട് കാണൂല, നോട്ട് കറക്റ്റ് എന്നുള്ളത് നോട്ട് കാണൂല, തെറ്റും. ഇൻകറക്റ്റ് കാണില്ല, തെറ്റും. അപ്പൊ എന്ത് ചെയ്യണം? ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം? എക്സാം ഹാളിൽ പോകണം. പരീക്ഷ തലേന്ന് 26-ാം തീയതി മുതൽ ഒരു പെരുന്നാൾ രാവിലെ, നാളെ പെരുന്നാൾ എന്താണോ, നിങ്ങൾ ഓണം എങ്ങനെയാണ് നിങ്ങൾ ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫെസ്റ്റിവൽ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്, തലേന്ന് എങ്ങനെയായിരിക്കും, അതേപോലെ ആയിരിക്കണം നിങ്ങൾ സെപ്റ്റംബർ 26 നൈറ്റ്. അങ്ങനെ കരുതിയാൽ മതി. സെപ്റ്റംബർ 26 ഒരു ഈവനിങ്ങോട് കൂടി മതി. പിന്നെ സെപ്റ്റംബർ 26 രാത്രി കിടന്നുണ്ട് അവർ മരണവെപ്പാളൊന്നും കാണിക്കണ്ട. 8-9 മണിയാകുമ്പോഴത്തേക്കും ബുക്കൊക്കെ വൈൻഡ് അപ്പ് ചെയ്ത് വെച്ചോ, പോയി നന്നായിട്ട് ഉറങ്ങി രാവിലെ കൂളായിട്ട്. ബുക്സ് ഒന്നും ക്യാരി ചെയ്യരുത് എക്സാമിനേഷൻ ഹാളിൽ പോകുമ്പോൾ, അതൊന്നും ഒരു കാര്യമില്ല. മറ്റുള്ളവർ വായിക്കുന്ന ബുക്ക് കണ്ടിട്ട് ബോധറായം വേണ്ട, അയ്യോ ഞാൻ ബുക്ക് വായിച്ചിട്ടില്ലല്ലോ, അതും നോക്കണ്ട, അതൊന്നും അല്ല കാര്യം. ആ ലാസ്റ്റ് മൊമെന്റിൽ ചെയ്യുന്ന വർക്കിലൊന്നുമല്ല. നിങ്ങളുടെ ഇനിയുള്ള ഈ 25 ദിവസം നിങ്ങൾ എന്ത് ചെയ്തതുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോക്കി കൂളായിട്ട്, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, ഇനിയുള്ള 25 ദിവസത്തിൽ 2 ഫാക്ടറാണ് ഇമ്പോർട്ടന്റ്. ഒന്ന് നിങ്ങളുടെ ടൈം, അത് നിങ്ങൾ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഹെൽത്ത്, ആരോഗ്യം. വളരെ ആരോഗ്യം ഒരു കുഴപ്പം വരാണ്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, വെള്ളം, അതുപോലെ തന്നെ റെസ്റ്റ്, പ്രോപ്പർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രോപ്പർ റെസ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ലാണ്ട് 27-ാം തീയതി വരെ നിങ്ങൾക്ക് പിടിച്ചേക്കാൻ പറ്റും. ആൻഡ് യു ക്യാൻ, ഇഫ് യു ഗിവ് ഈ ഒരു സ്ട്രാറ്റജിയിൽ സിലബസ് പഠിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ട് നല്ലൊരു ടെസ്റ്റ് സീരീസ് എഴുതി നല്ല കൂളായിട്ട് പരീക്ഷ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 മാർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. Anyway, all the best for your coming next 25 days and especially for the September 27th exam. Thank you.